മുഖവുരകൾ ആവശ്യമില്ലാത്ത ഒരാളാണ് മലയാളികളെ സംബന്ധിച്ച് ഗൗരി കിഷൻ എന്ന ജാനു. കാരണം മലയാളത്തിൽ നിന്ന് വെന്നിക്കൊടി പാറിച്ചതിന് ശേഷം പിന്നീട് തമിഴിലേക്ക് പോയ നടിമാർ നമുക്ക് എമ്പാടുമുണ്ട്. നയൻതാര മുതൽ അസിൻ വരെയുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ തമിഴിൽ ചെന്ന് ഒരു ഐക്കോണിക് ക്യാരക്ടർ അവതരിപ്പിച്ച് സൗത്ത് ഇന്ത്യ മൊത്തം ഫേമസ് ആയതിനു ശേഷം പിന്നീട് മലയാള സിനിമ ശ്രദ്ധിച്ചു തുടങ്ങിയ ആളാണ് ഗൗരിയാണെങ്കിൽ ഇപ്പോൾ കൊച്ചിയിലൊരു അഡ്രസ്സുണ്ട്. കൊച്ചിക്കാരിയാണെന്ന് നമുക്ക് സഗൗരവം പറയാൻ കഴിയും. കാരണം ഗൗരിയുടെ പാരൻസ് ഇപ്പോൾ കൊച്ചിയിലാണ് സെറ്റിലായിട്ടുള്ളത്. ഗൗരിയുടെ കരിയറിനൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്ന ഒന്നാണ് ഗൗരിയുടെ നിലപാടുകളും. കാരണം നമ്മൾ പലപ്പോഴും നാട്ടു നടപ്പാണ് എന്ന് വിചാരിച്ച് വിട്ടുകളയുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബോഡി ഷേമിംഗ് പോലുള്ളത് അത്ര സാധാരണമല്ലാത്ത, അത് അവഹേളനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പക്ഷെ നമ്മൾ വിട്ടുകളയുന്ന ചില കാര്യങ്ങൾ. എന്നാൽ തനിക്ക് വേണ്ടി മാത്രമല്ല, തൻ്റെ കൂടെ വരുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി കൂടി അവഹേളനത്തെ അവഹേളനമെന്നും അനീതിയെ അനീതിയെന്നും കോൾ ഔട്ട് ചെയ്തുകൊണ്ട് ഉറച്ച നിലപാടുകളിലൂടെ ശ്രദ്ധേയായിരിക്കുന്ന ഗൗരിയെ മലയാള മനോരമയുടെ ഹോർത്തൂസ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ടു എവറിബഡി. ഭയങ്കര ഹാപ്പിയാണ് ഇത്രയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു സ്റ്റേജിൽ കോൺവെർസേഷൻ ആയിട്ട് ഒരു സ്പീക്കറായിട്ട് വരാൻ. സോ താങ്ക് യു സോ മച്ച്. ഇത്രയും എനിക്ക് തോന്നുന്നു ഇതിലെ സ്പീക്കേഴ്സും പല ടോപ്പിക്സും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സോ ടു ബി ഏബിൾ ടു ഷെയർ ദ സെയിം സ്റ്റേജ് അറ്റ് സച്ച് എ യങ് ഏജ് ഞാൻ ഭയങ്കര ഓണേർഡ് ആണ്. സോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ കോൺവെർസേഷൻ. സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ എന്ന വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ഒട്ടും യാഥാസ്ഥിതികമല്ലാത്ത ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയും കംഫർട്ട് സോണിൻ്റെ പുറത്ത് ഒരു വലിയ ആകാശത്തേക്ക് പറക്കുകയും ചെയ്ത ഈ പെൺകുട്ടിയെ തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ വ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ പാർട്ടിസിപ്പേഷൻ തന്നെ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പ്രിയപ്പെട്ട കാണികളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഗൗരി, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു യുവ നടിക്ക് കിട്ടുന്ന ഒരു സേഫ് സ്പേസ് എന്ന് പറയുന്നത് ഗേൾ നെക്സ്റ്റ് ഡോർ ഇമേജാണ്. ഉദാഹരണത്തിന് ഗൗരിയുടെ കൾട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോഴും ജാനു തന്നെയാണ്. ഏറ്റവും സ്നേഹിക്കപ്പെടാൻ കഴിയുന്ന, വളരെ മിടുക്കിയായ, അതേസമയം അങ്ങേറ്റം നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി. ഈ ഗേൾ നെക്സ്റ്റ് ഡോർ ഇമേജ് എന്ന് പറയുന്നത് സ്വന്തം അഭിപ്രായം തുറന്നു പറയാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ പറയുമ്പോൾ അവൾ ഒരു പെൺകുട്ടിയല്ലേ, കൊച്ചുകുട്ടിയല്ലേ, അല്ലെങ്കിൽ അവൾ എൻ്റെ അത്രയും സംസാരിക്കാൻ പ്രായമായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവൾക്കത് സംസാരിക്കാനുള്ള നട്ടൽ എവിടെ നിന്ന് കിട്ടി എന്നുള്ള മറ്റുള്ള കൊച്ചാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നേരിടേണ്ടി വന്നിട്ടുണ്ട്. പൊതുവേ അങ്ങനത്തെ ഒരു ഡെബ്യൂ, എസ്പെഷ്യലി ജാനു പോലത്തെ ഒരു ക്യാരക്ടർ കഴിഞ്ഞ് ഒരു ജനറൽ തോട്ടായിരുന്നു വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്, സ്വീറ്റ് ആണ്. പക്ഷേ സോഫ്റ്റ് സ്പോക്കൺ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരം അത്രയും സ്വീറ്റായിട്ടൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ബട്ട് അതിൻ്റെ ഒരു ടോളറൻസ് എല്ലാത്തിനും കാണില്ല. ഫോർ ഇൻസ്റ്റൻസ് അൺപ്രൊഫഷണലിസം ഒരിക്കലും അത് നമ്മൾ ഓക്കെ ആക്കാൻ പാടില്ല. ജസ്റ്റ് ബിക്കോസ് നമ്മളിങ്ങനത്തെ ഒരു പലവർക്കും ഇപ്പോഴും ഞാൻ ആ ക്യാരക്ടർ അത്രയും ആഴത്തിൽ അവർക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുമ്പോൾ തന്നെ ലൈക്ക് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി അതല്ലല്ലോ. പക്ഷേ അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, പല ടേംസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതെനിക്ക് അത്ര വർക്കല്ല എന്നുള്ളൊരു, അത് എസ്പെഷ്യലി നമ്മൾ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് പറഞ്ഞാൽ പോലും അതെങ്ങനെയാണ് അത്രയും വളർന്നിട്ടില്ലല്ലോ എന്നുള്ളൊരു ജനറൽ, അത് നമ്മളെ ഒരു റെസ്ട്രിക്റ്റ് ചെയ്യാൻ പലവരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് മറികടക്കേണ്ട നമ്മൾ ദ വേ വി ക്യാരി അവർ സെൽവ്സ് റിയലി മാറ്റേഴ്സ്. അത് ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ബിക്കോസ് ഇപ്പം ഞാനൊരു 6-7 വർഷമായി ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോഴും ആ ഒരു ലൈക്കബിലിറ്റി ഫാക്ടർ ഉള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എല്ലാവർക്കും ഭയങ്കര റിലേറ്റബിൾ ആയിട്ടും നമ്മുടെ ഗേൾ നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോ ടൈപ്പ് ആ ബോക്സിലേക്ക് വെക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ പോലും ഞാൻ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൽ ഞാൻ അതിൽ നിന്ന് അത് മാത്രമല്ല ഞാനെന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ്
ഉള്ളത് പോലെ പറയുക. അത് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മൾ ആർക്കും ഒരു നോ വൺ ഇസ് ഡൂയിങ് അസ് എ ഫേവർ എന്നുള്ളൊരു ഇതുണ്ട്. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. നമ്മളെല്ലാവരും ഒരു ജോലി ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹൈറാർക്കി ആ പരിപാടിയൊന്നും ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. അപ്പോൾ ഞാൻ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളത് ഇല്ല എന്ന് പറയും. ഇപ്പോൾ ചിലവർക്ക് അത് ഭയങ്കര ഒഫെൻസീവായിട്ട് തോന്നാറുണ്ട്. പക്ഷെ നമ്മൾ നിലപാടിൽ നമ്മൾ ഉറച്ചു നിന്നാലാണ് നമ്മളെ സീരിയസ് ആയിട്ട് പലവരും എടുക്കാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മൾ പറയുന്നത് അത്ര ഞാൻ പറയുന്നത് ആരും കേൾക്കാറില്ല, അല്ലെങ്കിൽ നമ്മളുടെ ഒപ്പീനിയൻ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ എന്ന് പീപ്പിൾ ട്രൈ ടു മേക്ക് യു ഫീൽ ലൈക്ക് ദാറ്റ്. പക്ഷേ അത് ഭയങ്കര നമുക്കൊരു ഡിസപ്പോയിൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ we have to come beyond that. നമ്മുടെ we have to എന്താ പറയുക, be vocal. അത് ചില ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ അവർ ഭയങ്കര നാരോ മൈൻഡഡ് ആണ് പല കാര്യത്തിലും. പക്ഷേ ടു ബി ഏബിൾ ടു ഹാവ് എൻ ഓപ്പൺ കോൺവെർസേഷൻ, അത് ഓരോ ഇൻസ്റ്റൻസ് നമ്മൾ പ്രൂവ് ചെയ്താണ് നമ്മളെ അവർ ഓക്കെ സീരിയസ് ആയിട്ട് എടുക്കാനോ അല്ലെങ്കിൽ ബിക്കോസ് സി വി ആർ ഓൾ അഡൾട്ട്സ്, നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഏജൻസി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. എല്ലാവരും നമുക്ക് വേണ്ടി തീരുമാനിക്കാനുള്ളൊരു പവർ ആർക്കും കൊടുക്കാൻ പാടില്ല. സോ അതിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. അത് നിങ്ങളുടെ ഡെബ്യൂ അല്ലെങ്കിൽ എന്ത് തരം സ്റ്റീരിയോ ടൈപ്പിലേക്ക് ആൾക്കാർ നമ്മളെ വെക്കാൻ നോക്കും, പക്ഷെ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ ഉള്ളത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ചിലപ്പോഴെങ്കിലും ഈ ഒരു സ്വയം നിർണയ അവകാശം ഒരു ടെൻഷന് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കാറുണ്ടല്ലോ. ഉദാഹരണത്തിന് സ്റ്റീരിയോ ടൈപ്പിൽ നിന്ന് വഴിമാറണം എന്നുള്ള ഗൗരിയുടെ ആഗ്രഹം ഇനിയൊരു പ്രൊജക്റ്റ് കിട്ടുമോ എന്നുള്ള ആ ഒരു ടെൻഷൻ്റെ പേരിൽ അത്തരം നിലപാടുകളൊക്കെ മാറ്റിവെക്കേണ്ടി വരാറുണ്ടോ? അങ്ങനെ വരാറുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടാവും. പക്ഷേ ആസ് എ പേഴ്സൺ ഞാൻ അങ്ങനത്തെ ഒരാളല്ലാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ കോൺഷ്യൻസ് ക്ലിയർ ആയിരിക്കണം എന്ന് ഭയങ്കര ഒരു വിശ്വാസമുള്ള ഒരാളാണ്. അപ്പോൾ ഒന്നിനും ഒരു പീപ്പിൾ പ്ലീസിങ് അല്ലെങ്കിൽ ഒരു ഫേക്ക് കളിച്ച് നമ്മളൊരു ഗുഡ് ബുക്സിൽ ഇരിക്കുന്ന ഒരു പെർസ്പെക്റ്റീവിൽ വരുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് പലവരും ഇൻഡസ്ട്രിയിൽ ആരെയാണ് നമ്മൾ ഒഫെൻഡ് ചെയ്യുന്നത്, ഒരു പ്രോജക്റ്റ് നോ പറഞ്ഞാൽ അതിന് എന്ത് കാരണം പറയും, കഥ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ പലവരും അത് അത്രയും ഓക്കെ ആയിട്ട് എടുക്കില്ല. അപ്പം പലപ്പോഴും നമ്മൾ ഡേറ്റ് ഇല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ പറഞ്ഞ് ഒഴിഞ്ഞു മാറാറുണ്ട്. പക്ഷേ റീസെൻ്റായിട്ട് ഞാൻ കേട്ട കഥ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അത് കേട്ടു, പക്ഷെ എനിക്ക് ആ ഒരു ജോണർ അത്ര വർക്കായില്ല. അപ്പോൾ ആ പ്രൊഡക്ഷൻ മാനേജറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇത് എനിക്ക് കുറച്ച് ക്ലേശയായിട്ട് തോന്നി, അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കരുത്, ഞാനിതിന് കറക്റ്റ് ആയിരിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ആ ഒരു കൺവിക്ഷൻ അല്ലാതെ ആ ഒരു ബിലീവബിലിറ്റി ഞാനിത് ചെയ്താൽ കിട്ടൂല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന്. മോസ്റ്റ്ലി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ എന്തൊരു ജാടയാ, അവളുടെ വിചാരം അവൾ ആരാന്നാണെന്നൊക്കെയാണ് യൂഷ്വലി വിചാരിക്കാറ്. പക്ഷെ കുറെ നല്ലതാണെന്നുള്ള വിചാരം അത് സ്ത്രീകൾക്ക് മാത്രം ആയിട്ട് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണോ? അത് പുരുഷന്മാർക്ക് ജാടയാകാം, സ്ത്രീകൾക്ക് ജാടയാകാൻ പാടില്ല എന്നുള്ളതാണോ അതിൻ്റെ ഒരു അണ്ടർലൈൻ? എനിക്ക് തോന്നുന്നു പുരുഷന്മാരും ഇത് അനുഭവിക്കുന്നുണ്ട്. എനിക്ക് അറിയുന്ന ഒരു ആക്ടറും ഈ ഇടയ്ക്ക് ഭയങ്കര ഒരു സക്സസ്ഫുൾ പടം കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിന് ഒരു എന്താ പറയുക, ഒരു സെക്കൻഡ് തോട്ട് കൊടുത്തപ്പോൾ തന്നെ ജാടയാണെന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പക്ഷെ അത് സ്ത്രീകൾക്ക് മാത്രം എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ മാനേജർ ആക്ച്വലി എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. ഓക്കെ, താങ്ക് യു, ഓണസ്റ്റായിട്ട് ഇത് പറഞ്ഞല്ലോ, അല്ലാതെ സേഫായിട്ടുള്ളൊരു റീസൺ പറയാതെ. അപ്പം താങ്കൾക്കൊരു നിലപാടുണ്ട്, അതിൽ നമ്മൾ ഒരിക്കലും അത് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹൂഎവർ യു ആർ, അത് ഇഫ് യു സ്റ്റേ ട്രൂ ടു യുവർ സെൽഫ്, ആരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്തിട്ടല്ല, പക്ഷെ ഒരു പ്രൊഫഷണലിസം ഉണ്ട് എല്ലാത്തിനും. അതെനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ ഫീൽ ചെയ്തിട്ടുള്ളത് മലയാളം ഇൻഡസ്ട്രിയിൽ അത് കുറച്ച് പിന്നോട്ടാണ് ചില കാര്യത്തിൽ. ഇൻ ദ സെൻസ് കോണ്ടന്റിൽ നമ്മൾ അത്രയും ഇപ്പോൾ ഒരു ഹൈയിൽ നിൽക്കുകയാണെങ്കിൽ പോലും ചില കാര്യത്തിന് തമിഴിലോ തെലുങ്കിലോ ഉള്ള അത്രയും പ്രൊഫഷണലിസം ഇല്ല. അതെനിക്ക് തോന്നുന്നു മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു ആറ്റിറ്റ്യൂഡാണോ, അതൊരു പുച്ഛം, അല്ലെങ്കിൽ സ്ത്രീകളോട് സംസാരിക്കുന്ന രീതി, അത് ടോൺ, ഒരു ബേസിക് ഒരു മര്യാദക്കുറവ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. മലയാളികൾക്ക് കുശലം ചോദിക്കുന്നതും ബോഡി ഷെയ്മിങ്ങും ഒക്കെ തമ്മിൽ വളരെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ കാര്യം തോന്നുന്നു. പറഞ്ഞോളൂ. അതെ, എനിക്ക് തോന്നുന്നു ഈ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കുന്ന ഇപ്പം എൻ്റെ റീസെൻറ്റ് ഇൻസിഡൻറ്റിൽ
തന്നെ അവരും പറഞ്ഞത് ഇത് തന്നെയാണ്. അപ്പോൾ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ പോലും ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ള ഇപ്പം നമ്മുടെ ഡേറ്റ്സിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കോൾ ഷീറ്റ് പല ഇൻഡസ്ട്രീസിലും നമുക്ക് ഒരു ദിവസം മുമ്പ് കിട്ടും, ഇതാണ് ഇത്രയും പേര് വരണം, ടൈമിങ്ങും. പക്ഷേ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള മലയാളം സിനിമകൾ കുറച്ച് അൺഓർഗനൈസ്ഡ് ആണ്. പക്ഷെ അതിലൊരു ബ്യൂട്ടി ഉണ്ട്, അത് തെറ്റാണെന്ന് ഞാൻ പറയാറില്ല. ഇവിടെ നമ്മളൊരു വിജയത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു മാഡ്നെസ് ഇൻ എന്താ പറയുക, ദർ എ മെത്തേഡ് ഇൻ മാഡ്നെസ് എന്ന് പറയുന്ന പോലെ ഒരു കെയോസിലും നമ്മൾ എന്തൊക്കെയോ വി ആർ ഏബിൾ ടു ക്രിയേറ്റ് സംതിങ്. പക്ഷേ ഇത്രയും അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രി കുറച്ചുകൂടെ നമ്മൾ എങ്ങനെ സ്ട്രക്ചേർഡ് ആക്കാൻ പറ്റുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനെ കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സംരക്ഷണം, കെയറേട്ടന്മാർ. ഇങ്ങനെ കെയർ ചെയ്തുകൊണ്ട് വലിയേട്ടൻ കളിച്ചുകൊണ്ട് നമ്മുടെ വളർച്ചയെ തടയുന്ന അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കെയറിങ് കെയറിങ്ങിന്റെ പേരിൽ പലവരും ഒരു എൻടൈറ്റിൽമെന്റ് ആണല്ലോ അവിടെ നടക്കുന്നത്. ഐ വിൽ ടേക്ക് കെയർ എന്നുള്ളൊരു ഇത് ഇറ്റ് ഓൾമോസ്റ്റ് ഫീൽസ് ലൈക്ക് ഓക്കെ, നമുക്ക് ആ ഒരു കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് സംബഡി എൽസ് ഹാസ് ടു ടേക്ക് കെയർ ഓഫ് യു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ്. സി ഇറ്റ് ഓൾവേസ് എപ്പോഴും അത് നമുക്ക് എപ്പോഴും അതൊരു മോശം പെർസ്പെക്റ്റീവിൽ നിന്ന് എടുക്കുന്ന ശരിയല്ല. പക്ഷെ എന്നാൽ പോലും നമ്മളെ ബൈപ്പാസ് ചെയ്ത് ഒരു കാര്യം നേടുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്, ആ ഒരു പവർ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളാരും ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ ടീമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കളുണ്ട്. സോ അവർ ഈ പ്രൊഫഷൻ വരുമ്പം ഒരു കെയറിങ്ങിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ഈ നമ്മുടെ സ്വയം നിർണയാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക ക്രൈറ്റീരിയ വെക്കാറുണ്ടോ? ക്രൈറ്റീരിയ എനിക്ക് തോന്നുന്നു പൊതുവേ ആക്ടേഴ്സ് എപ്പോഴും നോക്കുന്ന പോലെ, ഞാൻ എപ്പോഴും ഒരു ഡയറക്ടറിനെ മീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ ആ ടീമിനെ മീറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി എ സേഫ് എൻവയറമെൻറ്റ് എന്ന് അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ചിലവർ കുറച്ച് ഷെയ്ഡി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു സിനിമ ചെയ്യുന്ന ഒരു ഇറ്റ്സ് എ ജേർണി ദറ്റ് യു ആർ സ്റ്റാർട്ടിങ്. അപ്പോൾ എല്ലാ 40 ദിവസം അല്ലെങ്കിൽ എല്ലാ 60 ദിവസവും വി ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ജേർണി. സോ നമ്മളൊരു ഡയറക്ടറിനെ മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു വൈബ് കിട്ടും. അപ്പോൾ ഫോർ മീ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്യാത്ത ക്യാരക്ടേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ആ ഒരു ബോക്സിലേക്ക് വെക്കുകയാണ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഇതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും. വെൻ ഐ സേ ദാറ്റ്, അത് ഹൗ മച്ച് ഓഫ് മൈസെൽഫ് ക്യാൻ ഐ ബ്രിങ് ഇൻ ടു ദാറ്റ് ക്യാരക്ടർ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അതിൽ മൈസെൽഫ് എന്ന് പറയുമ്പം ഞാൻ ഗൗരി ആയിട്ടല്ല, പക്ഷേ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ആസ് ഇൻ ദാറ്റ് ടു പ്ലേ ദാറ്റ് ക്യാരക്ടർ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ആൻഡ് പല ഡയറക്ടേഴ്സ് അതിന് ഓപ്പൺ ആയിരിക്കുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല ഡയറക്ടേഴ്സിന് ആ ഒരു കോൺവെർസേഷനെ വേണ്ട, നിങ്ങൾ വന്ന് ഞാൻ പറയുന്നത് ചെയ്യുക, നിങ്ങളൊരു പപ്പറ്റാണ്, ആ ഒരു പരിപാടിയുണ്ട്. ബട്ട് പേഴ്സണലി ആസ് എൻ ആക്ടർ ഞാൻ അങ്ങനെ ഐ ഡോണ്ട് ഫങ്ഷൻ വെൽ. എൻ്റെ പല നല്ല പെർഫോമൻസസും അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ കിട്ടാറില്ല. സോ ഐ വുഡ് സേ ഒരു ഹെൽത്തി ഡയലോഗ് വേണം ബിറ്റ്വീൻ ദ ഡയറക്ടർ ആൻഡ് ദ ആക്ടർ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പൊതുവെ പടങ്ങൾ എടുക്കാറുള്ളൂ. ഗൗരി മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട്, തമിഴിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഈ മറ്റ് സൗകര്യങ്ങൾ, ഒരു നടിക്ക് കിട്ടേണ്ട സൗകര്യങ്ങളുണ്ട്, കാരവൻ അല്ലെങ്കിൽ സെറ്റിലുള്ള മറ്റ് സൗകര്യങ്ങൾ, അതിനകത്തൊക്കെ എന്താ വ്യത്യാസം അനുഭവിച്ചിട്ടുള്ളത്? അല്ല, ബേസിക്കായിട്ട് നമ്മൾ ഓരോ പടങ്ങളും ലൊക്കേഷൻ അനുസരിച്ചിരിക്കും. പലപ്പോഴും ഭയങ്കര റിമോട്ടായിട്ടുള്ള സ്ഥലത്തിൽ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും ക്യാരവാനൊന്നും അത് ഭയങ്കര ഒരു ലഗ്ജറി ആയിരിക്കും. അപ്പം കുറച്ചുകൂടെ എന്താ പറയുക, ഓർഗനൈസ്ഡ്, ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിലെല്ലാം ചിലപ്പോൾ എനിക്ക് തോന്നും എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചില പ്രോജക്ട്സിലുണ്ട്. ബട്ട് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊഡക്ഷൻ. ഞാൻ ഒരു ഇൻഡസ്ട്രിയെ ഒരിക്കലും ഒരു അംബ്രല്ല ടേമിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ പ്രൊഡക്ഷൻ അനുസരിച്ചിരിക്കും, ഓരോ ടീം അനുസരിച്ചിരിക്കും, ആ ടീമിലുള്ള ആൾക്കാരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. സോ ഞാനിപ്പോൾ തമിഴിലും എനിക്ക് പല ബാഡ് എക്സ്പീരിയൻസസും ഉണ്ടായിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് പ്രൊഡക്ഷൻ വൈസ് ഒന്നും അറേഞ്ച് ചെയ്യാതെ.
പിന്നെ നമുക്ക് ആസ് എ വുമൻ നമുക്ക് ഒരു ബേസിക് ഒരു ബാത്റൂം ഫെസിലിറ്റിയൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് എവിടെയാണെങ്കിലും ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ളൊരു ചേഞ്ച് ചെയ്യാനും വാഷ്റൂം യൂസ് ചെയ്യാനും ഉള്ളൊരു ഫെസിലിറ്റി അതൊരു വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും അത് പലപ്പോഴും പ്രയോറിറ്റി ആയിട്ട് വെക്കാതെ പോകുന്നുണ്ട് ചില ടീംസ്. സോ അതിനൊക്കെ കുറച്ച് മാറ്റങ്ങൾ വേണം. ഇപ്പോൾ റീസെൻ്റായിട്ടും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഷീ ഈസ് ഓൾസോ ആൻ ആക്ടർ. അപ്പം നോർത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഈ ക്ലോസ്ഡ് ബാത്റൂം സെറ്റപ്പ് പോലെ, പക്ഷേ അവിടെ അങ്ങനത്തെ നമുക്കൊരു എന്താ പറയുക അത്ര ഈസി അല്ല. ചില ലൊക്കേഷൻ അനുസരിച്ചിരിക്കും പലതും. ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് എന്തെങ്കിലും സംഘടനാ സംവിധാനങ്ങൾ ഉണ്ടോ? മലയാളത്തിൽ ഇപ്പോൾ WCC ഉണ്ട്, അതുപോലെ എന്തെങ്കിലും, പിന്നെ അമ്മ എന്ന ആക്ടേഴ്സിൻ്റെ സംഘടനയുണ്ട്, അതുപോലെ എന്തെങ്കിലും സംഘടനാ സംവിധാനങ്ങൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാറുണ്ടോ? ഗൗരി എന്തെങ്കിലും അംഗമാണോ? ഞാനൊന്നിനും ഇപ്പം ഞാൻ മെമ്പർ അല്ല, അമ്മയിലും അല്ല WCCയിലും അല്ല. പിന്നെ അതിലുള്ള മാറ്റങ്ങൾ എന്താണ് ഇപ്പോഴും എനിക്ക് അത്രയും ഒരു തമിഴിലാണെങ്കിലും നടികർ സംഘം എന്ന് പറഞ്ഞൊരു അസോസിയേഷനുണ്ട്. പക്ഷേ ഇതിലൊന്നൊരു ഞാൻ ഇപ്പോൾ ഒരു ഭാഗമല്ല. പക്ഷേ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു അസോസിയേഷൻസിൽ ഇഫ് യു ആർ എ പാർട്ട് ഓഫ് ഇറ്റ് അത് ഹെൽപ്ഫുൾ ആകുമോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ആ ഒരു ചിന്തയിലാണ്. ഇപ്പോൾ അമ്മയിൽ കുറേ കൂടെ സ്ത്രീകളുള്ളതുകൊണ്ട് എനിക്ക് ചേരാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. കുറച്ച് വർഷം മുമ്പ് ഇല്ലായിരുന്നു. ഈ സംഘടനകൾ പിന്നീട് ഒരു ലോബിയിങ്ങിലേക്ക് തിരിയുകയും ഉള്ള അവസരം പോലും ഇല്ലാതാക്കുകയും ചെയ്യുന്ന അതുപോലെ എന്തെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അല്ല, ഞാനിതിൽ മെമ്പർ അല്ലാത്തതുകൊണ്ട് എനിക്ക് പൊതുവെ ഗുണത്തിന് വേണ്ടി സ്ഥാപിച്ച സംഘടനകൾ പിന്നീട് അതൊരു പ്രശ്നത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? സംഘടന ഉള്ളവർക്ക് മാത്രം അധിക അവസരങ്ങളും ഇല്ലാത്തവർക്ക് അത്രയധികം അവസരങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഇത്രയും വർഷമായിട്ട് മെമ്പർ അല്ലാഞ്ഞിട്ടും ദേവാധീനം കൊണ്ട് എനിക്ക് തമിഴിലും മലയാളത്തിലും ബിസി ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരങ്ങനെ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്നില്ല. പിന്നെ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ലീഗലി നമുക്ക് ഒരു കാര്യം എസ്കലേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോഴ്സസ് നമുക്ക് കുറയുമ്പോഴാണ് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കാറ്. പക്ഷേ ഒരുവിധ കമ്പൽഷനും ഇല്ല എന്ന് എനിക്ക് തോന്നണം. ഈ പെൺകുട്ടികൾക്ക് പറ്റിയ പ്രൊഫഷൻ, പറ്റാത്ത പ്രൊഫഷൻ എന്നുള്ള ഒരു മുൻവിധി എല്ലാ കാലത്തും എല്ലാ പ്രൊഫഷനുകളെ കുറിച്ചുമുണ്ട്. അപ്പോൾ ഗൗരി സിനിമയെ തിരഞ്ഞെടുത്തപ്പോൾ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്ന്, സിനിമയിൽ നിന്ന് തന്നെ ഇത് പെൺകുട്ടികൾക്ക് പറ്റിയ പ്രൊഫഷനല്ല എന്ന രീതിയിലുള്ള ഒരു മുൻധാരണ വന്നിരുന്നോ? കരിയർ പെർസ്യൂ ചെയ്യാനായിട്ട് അതിലെന്തെങ്കിലും തടസ്സം ഉണ്ടായിട്ടുണ്ടോ അതുമൂലം? ഞാൻ ഭയങ്കര ലക്കിയാണ്. എൻ്റെ അമ്മയും അച്ഛനും എന്തായാലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പക്ഷേ എക്സ്റ്റെൻഡഡ് ഫാമിലി സൈഡിൽ നിന്ന് സ്വാഭാവികമായിട്ടുള്ളൊരു സിനിമയോ എന്തിനാണ്, പൊതുവേ സിനിമ എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിന് അല്ലെങ്കിൽ ഒരു സ്ത്രീ ആവുമ്പം ആ ഒരു സേഫാണോ, അവിടെ എന്താ ആ ഒരു സേഫ്റ്റി കൺസേൺ എല്ലാവർക്കും വരാറുണ്ട്. പൊതുവേ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു പണ്ടൊന്നും നമ്മളെ തിരിഞ്ഞു നോക്കാത്ത പലവരും ഇപ്പോൾ നമ്മൾ നല്ല വർക്ക് ചെയ്ത് പ്രൂവ് ചെയ്യുമ്പം ഇപ്പോൾ എങ്ങും ഇല്ലാത്ത സ്നേഹവും അത് കുടുംബത്തിൽ നിന്നും കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ ചിരിക്കും, അതല്ലാതെ വേറെ ഒന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ചില അധിക ശ്രദ്ധയുണ്ടല്ലോ. അപ്പം മുമ്പത്തെ പോലെയല്ലല്ലോ, നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് എല്ലാ കാലത്തേക്കും അതവിടെ കിടക്കും, ഒരു വിഷ്വൽ ഉണ്ടായാൽ അത് എല്ലാ കാലത്തേക്കും അവിടെ കിടക്കും. അപ്പോൾ ഈ അധിക ശ്രദ്ധ, അമിത ചർച്ച, ഇത്തരം ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നത്, അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ അത്രയും മൈൻഡ് ചെയ്യാറില്ല. ഇൻ ദ സെൻസ് നമുക്ക് ഹേറ്റ് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഇഫ് യു ആർ ഗോയിങ് ടു ബി വെരി ഇൻവോൾവ് ഇൻ ഇറ്റ് അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. സോ അതിൻ്റെ നമ്മളെങ്ങനെ യൂസ് ചെയ്യും, ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇന്ന് ഒരു ആക്ടറിന് ഇൻസ്റ്റഗ്രാം പ്രൊഫൈലാണ് എല്ലാം. പക്ഷേ അഗൈൻ ഒരു ക്രിയേറ്റീവ് ലിബർട്ടിയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ബിക്കോസ് ഇപ്പോൾ ഫോളോവർ കൗണ്ട് അനുസരിച്ചാണ് പോപ്പുലാരിറ്റി പ്രൂവ് ചെയ്യുന്നത്. പക്ഷേ ജാൻവി കപൂറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, എനിക്ക് 8 മില്യൺ 10 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാവും, ഇത്രയും പേര് എൻ്റെ പടം വന്ന് കണ്ടാൽ ഞാനിപ്പോൾ ഒരു ഭയങ്കര സക്സസ്ഫുൾ ഹീറോയിൻ ആയേനെ. പക്ഷേ ഇറ്റ് ഡസൻറ്റ് ട്രാൻസ്ലേറ്റ്. നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ളത് ദാറ്റ്സ് വൺ സൈഡ് ഓഫ് ഇറ്റ്. അതിൽ നിന്ന് കിട്ടുന്ന ഡെഫിനറ്റ്ലി ഹേറ്റ് ആണെങ്കിലും ഒരു സൈബർ ബുള്ളിങ് ഉണ്ടാവാറുണ്ട്. വളരെ വൾഗറായിട്ടോ അല്ലെങ്കിൽ വളരെ അൺപ്ലെസൻ്റ് ആയിട്ടുള്ളൊരു
തമ്മിലൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് ഇട്ട് ആരോ മാർക്കൊക്കെ ഇട്ട് അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആണെങ്കിൽ പോലും ഞാൻ അതിൽ അത്രയും ടൈം അല്ലെങ്കിൽ നമ്മൾ എത്രയും അതിന് പവർ കൊടുക്കുന്നോ അതാണ് നമ്മളെ എഫക്റ്റ് ചെയ്യാറ്. സോ ഐ ട്രൈ ആൻഡ് പ്രൊട്ടക്ട് മൈസെൽഫ് ഫ്രം ദാറ്റ്. പിന്നെ ഒരു എൻഗേജിങ് മീഡിയമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം, ബിക്കോസ് അത്രയും പേര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടു ബി ആസ് റിയൽ ആസ് പോസിബിൾ, എപ്പോഴും നമ്മൾ ഒരു PR ആരോ നമ്മളെ ഫോർമുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഇമേജ് അല്ലാതെ നമ്മുടെ ഫ്ലോസും എല്ലാം ഐ തിങ്ക് സോഷ്യൽ മീഡിയയും നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് എല്ലാവരും സോഷ്യൽ മീഡിയ കാണിക്കുന്നതല്ലല്ലോ ജീവിതം. അപ്പം ഇറ്റ് ഹെൽപ്സ് ടു ബി ആസ് റിയൽ ആസ് പോസിബിൾ ഐ തിങ്ക്. അപ്പോൾ ഗൗരി ജേർണലിസം പഠിച്ച വ്യക്തിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഗൗരിക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റും വച്ച് ചിന്തിക്കുമ്പോൾ ട്രഡീഷണൽ ജേർണലിസ്റ്റുകളും സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയ ജേർണലിസ്റ്റുകൾക്ക് എവിടം വരെ പോകാം, അല്ലെങ്കിൽ അവർക്കൊരു ഗൈഡ് ലൈൻ ഉണ്ടാവേണ്ടതാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ട്രഡീഷണൽ ജേർണലിസ്റ്റ് ഈവൻ ലൈക്ക് യു, എനിക്ക് തോന്നുന്നു നമുക്കൊരു ബേസിക് എത്തിക്സ് ഉണ്ടല്ലോ. ഇത് നിങ്ങൾ ഒരു പ്രസ് ക്ലബിലായാലും എല്ലാത്തിനും ഒരു തരം എന്തും ചോദിക്കാം, അല്ലെങ്കിൽ വളരെ സ്കാറ്റേർഡ് ആയിട്ടുള്ളൊരു റൂൾസ് അല്ല അവിടെ ഉള്ളത്. സോ ഐ തിങ്ക് എവിടെയോ അതിൻ്റെ റെഗുലേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഈ പ്രസ് മീറ്റിൽ എന്നോട് ചോദിച്ചിരിക്കുന്ന ആൾ യൂട്യൂബ് വ്ളോഗർ ആണെങ്കിൽ പോലും പുള്ളി അക്കോർഡിംഗ് ടു ഹിം 35 വർഷം നോർമൽ പബ്ലിക്കേഷനിലും വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. സോ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഇതാണോ 35 വർഷം പുള്ളിക്ക് പുള്ളിയുടെ ഒരു മെൻറ്റാലിറ്റിയിലുള്ള ആൾ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയെങ്കിൽ വാട്ട് ഡസ് ഇറ്റ് സേ അബൌട്ട് ദ ജനറൽ നേച്ചർ ഓഫ് ജേർണലിസം എന്ന് ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു സം ഫോം ഓഫ് റെഗുലേഷൻ ഹാസ് ടു കം. ഞാനിപ്പോൾ ആലോചിക്കുക, ഹി ഡിഡ്ന്റ് ഈവൻ ഡിസേർവ് എ പ്ലേസ് ഇൻ ദാറ്റ് റൂം. അത്രയും റിഗ്രസീവായിട്ടുള്ളൊരു ചിന്താഗതിയുള്ളൊരു ആൾ ആ മുറിയിൽ ഡിഡ് ഹി ഡിസേർവ് എ പ്ലേസ് ദെയർ? ഇൻഫാക്റ്റ് പുള്ളിയെ അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ടതായിരുന്നു ആ റൂമിൽ നിന്ന്. പക്ഷേ എന്തുകൊണ്ട് പുള്ളി അതിനുള്ള ഒരു അർഹതയും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇന്ന് ജേർണലിസ്റ്റായി മാറുവാണ്. അതിലെനിക്ക് അതൊരു കുറച്ച് കൺസേണിങ് ഫാക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ഇൻവേഷൻ ഓഫ് പ്രൈവസിയാണ് കേരളത്തിൽ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ള. ഈ പാപ്പരാജിയുടെ എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ മീഡിയ കുറേ പേര് എവിടെ നമ്മൾ പോയാലും ഒരു സ്റ്റോക്കിംഗ് സിൻഡ്രോം പോലെയാണ് ഒരുവിധം. ഒരു തരം റെസ്പെക്റ്റും ഇല്ലാതെ നമ്മുടെ പുറയിൽ വന്ന് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ നമ്മൾ വേറൊരു സോണിലായിരിക്കും, അപ്പോൾ പെട്ടെന്ന് വിൽ ബി സ്റ്റാർട്ടിൽഡ്. അപ്പോൾ പിന്നെ കമൻസിൽ ഓഡിയൻസ് കാണുന്നത് ഇത് മാത്രമാണ്. സോ ഇതിലൊരു സ്ട്രക്ചർ എന്തായാലും വേണം. ആക്ടേഴ്സ് എന്ന് പറയുന്നത് വി ആർ പബ്ലിക് പേഴ്സണാലിറ്റീസ്, വി ആർ നോട്ട് പബ്ലിക് പ്രോപ്പർട്ടീസ്. എന്തും നമ്മളോട് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മളൊരു പപ്പറ്റിനെ പോലെ എല്ലാത്തിനും നിന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒരു എന്താ ചെയ്യാൻ പറ്റുകയെന്ന് ഞാനും ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് പ്രസ് ക്ലബും അമ്മയും നടികർ സംഘം എല്ലാം അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് നാസിർ സാർ എന്നെ വിളിച്ചിരുന്നു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ സാറും പറയായിരുന്നു, ശരിയാണ്, ഇറ്റ്സ് ജസ്റ്റ് ദർ ആർ ടു മെനി യൂട്യൂബ് വ്ളോഗേഴ്സിൻ്റെ പേരിൽ ആരാണ് റിയൽ, ആരാണ് ഫേക്ക്, അല്ലെങ്കിൽ നല്ല വർക്ക് ചെയ്യാത്തവർ. ബിക്കോസ് ഇവരെയും നമ്മൾ ജനറലൈസ് ചെയ്യാൻ പാടില്ല. യൂട്യൂബ് വ്ളോഗിങ്ങിൽ തന്നെ നല്ല അല്ലെങ്കിൽ റിവ്യൂസിൽ തന്നെ നല്ല പണിയായിട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. പക്ഷേ എല്ലാവരോടും നോ പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിലെന്താണ് നമ്മൾ ചെയ്യാൻ പറ്റാന്നൊരു ഇറ്റ്സ് വർത്ത് എ കോൺവെർസേഷൻ. ഇപ്പോൾ ഈ ഷോബിസ് രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സിനിമ സീരിയൽ രംഗത്തും മോഡലിംഗ് രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് ഈ ഒരു കോമൺ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ കൂട്ടി. അത് എന്തെങ്കിലും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യിക്കുന്നുണ്ടോ? അതെങ്ങനെയാണ് ടാക്കിൾ ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ബോളിവുഡിൽ നിന്ന് തുടങ്ങിയതാണെന്ന് തോന്നുന്നു. ഒരു സീറോ സൈസ് അല്ലെങ്കിൽ ഇതുപോലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫേസ് സ്ട്രക്ചർ ആണെങ്കിലും അതൊരു വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ പോലും അതാണ് ബ്യൂട്ടി എന്ന് ആരോ തീരുമാനിച്ച് ആരോ പ്രോപ്പഗേറ്റ് ചെയ്യുന്നൊരു കൾച്ചറാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ആവശ്യത്തിൻ്റെ അധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ബട്ട് ബീങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഒരു പബ്ലിക് പേഴ്സണാലിറ്റി ആകുമ്പം അത് കൂടാനുള്ള എല്ലാ സാധ്യതകളേ ഉള്ളൂ. സോ
ഇൻ എ വേ ഇപ്പോൾ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ പോലും ഇപ്പോൾ ഉള്ള ഡിപ്രഷൻ റേറ്റ്സും സൂസൈഡ് റേറ്റ്സിൻ്റെയും ഇത്രയും റെക്കോർഡായിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. സോ ദാറ്റ്സ് വെരി കൺസേണിങ്. ഐ തിങ്ക് ഇറ്റ് ഹാസ് എ ലോട്ട് ടു ഡു വിത്ത് സോഷ്യൽ മീഡിയ. പിന്നെ നമ്മൾ പോർട്രേ ചെയ്യുന്ന ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, ലൈക്ക് എവ്രിബഡി എൽസ് ഇസ് ഡൂയിങ് ദിസ്, അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് അവർ ബോഡി ഈസ് വെരി, ആ ബോഡി ഈസ് എ ടെമ്പിൾ എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ നമ്മുടെ സെൽഫ് ടോക്ക്, വാട്ട് വി ടെൽ അവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മൾ കണ്ണാടി കാണുമ്പോൾ നമ്മളുടെ ഒരു റിഫ്ലക്ഷൻ നമ്മൾ എന്നും കാണുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഐ തിങ്ക് വി നോ അവർ സെൽഫ് ദ മോസ്റ്റ്. പക്ഷെ എന്നാൽ പോലും നമ്മുടെ കോൺഫിഡൻസ് കുറയ്ക്കാൻ ഒരു 19 പേരുണ്ടാവും. എസ്പെഷ്യലി നമ്മളൊരു സെറ്റിൽ പോകുമ്പോഴും നമ്മുടെ കുറവുകൾ എടുത്ത് പറയാൻ എപ്പോഴും ആൾക്കാരുണ്ടാവും. ആൻഡ് അത് ചിലപ്പോൾ ഇറ്റ്സ് വെരി ഇൻസെൻസിറ്റീവ്. ബിക്കോസ് ഒരു ക്യാമറ അല്ലെങ്കിൽ ഒരു ഷോട്ടിന് ഒരു 2 മിനിറ്റ് മുമ്പായിരിക്കും ചിലപ്പോൾ ഒരു ഡയറക്ടർ എന്നെ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട്. അത് കേട്ട് എൻ്റെ കൂടെ അഭിനയിച്ച ഹീറോ ചിരിച്ചു. അപ്പം ആ ഒരു കൾച്ചർ അതാ ഞാൻ പറഞ്ഞത്, ഈ നോർമലൈസ് ആകപ്പെടുന്നു. അത് നമ്മൾ ചെറുപ്പകാലം തൊട്ട് നമ്മൾ കേൾക്കുന്നൊരു സംഭവം. അത് സിനിമയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ ആ ഒരു ഈ ഇരട്ടപ്പേര് വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് അനുസരിച്ച് കളിയാക്കുക, ഇതൊക്കെ നമ്മൾ വളർന്ന ഒരു സാഹചര്യം തൊട്ട് എല്ലാവരും കേൾക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഇറ്റ്സ് ജസ്റ്റ് ആംപ്ലിഫൈഡ് എ ലോട്ട് മോർ വെൻ യു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. അല്ലെങ്കിൽ ഇപ്പോൾ ഷൂട്ടിംഗ് സമയം മാത്രമല്ല, നമ്മളൊരു നോർമൽ പുറത്തു പോകുമ്പോഴും യു ഹാവ് ടു ലുക്ക് പ്രസൻറ്റബിൾ. ആ ഒരു പ്രഷറുണ്ട്. സോ ഡെഫിനറ്റ്ലി ഞാൻ പുള്ളിയോട് പറഞ്ഞ പോലെ, ലൈക്ക് നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എസ്പെഷ്യലി ഒരു സ്ത്രീയാകുമ്പോൾ അതിലും കൂടുതൽ അതിന് കുറേ കാര്യങ്ങളുണ്ട് അതിൽ. പക്ഷെ അതിലൊരു സെൻസിറ്റിവിറ്റി ഇല്ലാതെ ആരോ എവിടെയോ ഇരുന്ന് നിങ്ങൾ ഹീറോയിൻ അല്ലേ, പോയി വണ്ണം കുറച്ചിട്ട് വാ എന്ന് പറയുന്നൊരു എൻടൈറ്റിൽ ബിഹേവിയർ ഉണ്ട്. അപ്പോൾ പുള്ളി ആരാണത് പറയാൻ? ലൈക്ക് നോബഡി. നമ്മുടെ ഭയങ്കര സെൻസിറ്റീവ് അല്ലെങ്കിൽ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ളൊരു സംഭവമാണ് അതൊക്കെ. സോ നോബഡി ഹാസ് എ റൈറ്റ് ടു കോമെൻറ്റ് ഓൺ ദീസ് തിങ്സ് ഇസ് വാട്ട് ഐ ഫീൽ. ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് തോന്നാറുണ്ടോ? നടിയായതുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പോലും ഒട്ടും സാധാരണ രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാറുണ്ടോ? ഞാൻ പൊതുവേ ഭയങ്കര ഒരു സിമ്പിൾ പേഴ്സണാണ്. ഞാൻ എല്ലാ എൻ്റെ കണ്ടംപററീസ് തന്നെ ഒരു നോർമൽ ഔട്ടിങ്ങിൽ പോകുമ്പോൾ തന്നെ ദേ ലുക്ക് റിയലി ഗുഡ്. പക്ഷെ ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങിൽ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരാളായതുകൊണ്ട് എനിക്കതൊരു ആഡഡ് സ്ട്രെസ്സാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം അത്യാവശ്യം കാഷ്വലായിട്ട് തന്നെയാണ് നമ്മുടെ ന്യൂ ജനറേഷൻ ആക്ടേഴ്സ് അവരെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇപ്പം ആ ഒരു പണ്ടത്തെ പോലെ ഇപ്പോൾ ബോളിവുഡിൽ ഇപ്പോഴും ഉണ്ട് അത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ അത് കുറച്ചുകൂടെ ഓക്കെയാണ്. ഇപ്പം കൊച്ചിയിൽ തന്നെ നോക്കിയാൽ എവിടെ പോയാലും നമുക്കൊരു ആക്ടറിനെ കാണാം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രഷറായിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ ഈ മുമ്പ് പറഞ്ഞ ഈ ഡിജിറ്റൽ മീഡിയയുടെ ശല്യം ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെയും അത് സോഷ്യൽ മീഡിയ കാണുമ്പം ഇത് ഒരു ഡയറക്ടർ കാണാം, അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ കാണാം, അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കുമോ എന്നുള്ളൊരു ബാക്ക് ഓഫ് ദ മൈൻഡ് ഒരു തോട്ടുണ്ട്. പക്ഷേ അത് ഞാനതിനെ അത്ര റെസ്ട്രിക്റ്റീവ് ആക്കാൻ അനുവദിച്ചിട്ടില്ല. അപ്പം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ഇതുപോലെ എന്തെങ്കിലും ചെറിയ ദൃശ്യങ്ങൾ നമ്മളിപ്പം പലപ്പോഴും പ്രശ്നം ആകുന്നത്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ട് വൈറലാകുന്നത് ഒരു കാഷ്വലായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയിലോ, അല്ലെങ്കിൽ ഒരു നടി കാറിൽ കയറാൻ പോകുമ്പോഴുള്ള ദൃശ്യമോ, അല്ലെങ്കിൽ ഒന്ന് കുനിയുമ്പോഴുള്ള ദൃശ്യമോ, ഇതൊക്കെയാണ്. അതൊക്കെ പ്രചരിപ്പിക്കുന്നത് തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ഇതിലൊക്കെ ഇത്രയൊക്കെ കാര്യമുള്ളൂ. ഇത് പ്രചരിപ്പിച്ചാൽ ഇപ്പം എന്താ ഉണ്ടാവുക? കുനിയുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ വസ്ത്രം ഒന്നൊരല്പം മാറി കിടന്നാൽ എന്താണ് ഉണ്ടാവുക? അത് നിങ്ങൾ പ്രചരിപ്പിക്കണമെങ്കിൽ പ്രചരിപ്പിച്ചോളൂ എന്നുള്ള രീതിയിലുള്ള ഒരു ഇത് സ്വീകരിക്കാൻ പറ്റാറുണ്ടോ ഒരു നടി എന്നുള്ള നിലയിൽ? അത് ഓക്കെയാണോ? അല്ല, അത് ഓക്കെ അല്ല. പിന്നെ പ്രത്യേകമായിട്ട് ഈ ഒരു ആംഗിളിലെ കുറേ ക്യാമറകൾ എപ്പോഴും ഞാൻ ഫീൽ ചെയ്യാറുണ്ട്. അത് അവർക്കൊരു അൾട്ടീരിയർ മോട്ടീവോടെ തന്നെയാണ് ക്യാമറ ആംഗിൾ വെക്കാറുള്ളതും പിന്നെ തംബ്നെയിൽ ചൂസ് ചെയ്യുന്നത്. ഈ വളരെ റീസെൻ്റായിട്ട് എൻ്റെ ഒരു വീഡിയോ അനുപമ പരമേശ്വരൻ എൻ്റെ ഫ്രണ്ടാണ്, പുള്ളിക്കാരി എനിക്ക് അയച്ചിട്ട് പറഞ്ഞു ഈ തംബ്നെയിൽ മാറ്റിക്കാൻ പറ. അതൊക്കെ ഞാൻ പറയണത് നമ്മുടെ ക്രാഫ്റ്റിൽ ഫോക്കസ് ചെയ്യണോ അല്ലെങ്കിൽ നമ്മുടെ സമയം ഇതിൽ വേസ്റ്റ് ആക്കണോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ലൈക്ക് ഐ റിയലി തിങ്ക് ഇറ്റ് ഷുഡ് സ്റ്റോപ്പ്.
എല്ലാ പുറയിൽ നിന്നായാലും ഫ്രണ്ടിൽ നിന്നായാലും കുനിയുമ്പോഴായാലും എല്ലാ ആംഗിളിൽ നിന്നും എല്ലാവരും ഉണ്ടെങ്കിൽ വി ആർ നോട്ട് അവർ സെൽവ്സ്. ഐ തിങ്ക് നോബഡി ലുക്സ് ഗുഡ് ഇൻ എവറി ആംഗിൾ. പക്ഷേ ഇവർ അതിനായിട്ട് ടു ഷോ ദ വേഴ്സ്റ്റ് ഇൻ യു അതിനായിട്ടുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ഒരു ഒട്ടും അപ്രോപ്രിയേറ്റ് അല്ലാത്തൊരു ക്യാപ്ഷനും കൂടെ ഇടും. അതിന് ഒരു ഫാക്ട് ചെക്കിങ്ങും ഇല്ലായിരിക്കും. ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ചെരുപ്പ് 5 ലക്ഷത്തിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ ഇടും. അപ്പം ഇതിലെന്ത് സത്യമാണ് ഉള്ളതെന്നാണ് ഓഡിയൻസിനെ ഒരു പൊട്ടം കളിപ്പിക്കുകയാണെന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഐ ഡോണ്ട് നോ. അപ്പോൾ അവർ പറയുന്നത് അവരുടെ പോയിന്റ് ഓഡിയൻസിന് ഇതാണ് വേണ്ടത്. സോഷ്യൽ മീഡിയയിലെ ഓരോ റീൽസ്, ഞാൻ സ്റ്റേജിൽ നിന്ന് വീണ റീലിനാണ് 20 മില്യൺ വ്യൂസ് വന്നത്. പക്ഷെ ഞാൻ സ്റ്റേജിൽ കയറി പറഞ്ഞത് ആർക്കും കേൾക്കണ്ട. സോ ദേ ആർ സെയിങ് ഓഡിയൻസിന് ഇതാണ് വേണ്ടത്. പക്ഷേ ദാറ്റ്സ് നോട്ട് എ ഗുഡ് ഇനഫ് റീസൺ. ബിക്കോസ് നമ്മൾ അത് ഫീഡ് ചെയ്യും തോറും ഈ ഒരു കൾച്ചർ പ്രോപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വെയർ ഇസ് ദിസ് ഗോയിങ് ടു എൻഡ്? അത് ആക്ടേഴ്സിനെ മാത്രമല്ല, ഐ തിങ്ക് എല്ലാ സെലിബ്രിറ്റീസ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ആർക്കും ഒരു പേഴ്സണൽ ഒരു സ്പേസ് ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ഇതിലോട്ടാണ് പോകുന്നത്, വിച്ച് റിയലി ഹാസ് ടു ചേഞ്ച് ഇസ് മൈ ഒപ്പീനിയൻ. 2 തരത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. കൃത്യമായിട്ട് വെരിഫൈഡ് ഹാൻഡിലുകളിലൂടെ സ്വന്തം ആ വീഡിയോസും ഫോട്ടോസും മാത്രം എഡിറ്റ് ചെയ്തത് കൃത്യമായിട്ട് പ്രൊഫഷണൽസിലൂടെ മാത്രം ഇടുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ എന്താ പറയുക, വീട്ടിലെ സംഭാഷണങ്ങൾ അല്ലെങ്കിൽ ഭാര്യയും കുട്ടിയുമായിട്ടുള്ള സംസാരങ്ങൾ, ഇങ്ങനെ പേഴ്സണൽ ലൈഫ് കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിൽ തുറന്നു വയ്ക്കുന്ന സെലിബ്രിറ്റീസുമുണ്ട്. ഇത് രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം എങ്ങനെയാണ് ഗൗരി കാണുന്നത്? അല്ല, അതെനിക്ക് തോന്നുന്നൊരു പേഴ്സണൽ ചോയ്സാണ്. എനിക്കൊരിക്കലും ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി എനിക്കില്ല. ഞാൻ എപ്പോഴും പറയുന്നത് എന്നെക്കൊണ്ട് പറ്റൂല. ബിക്കോസ് ദാറ്റ്സ് നോട്ട് ഹൗ ഐ എം വയേർഡ്. പക്ഷെ എനിക്ക് ഭയങ്കര അഡ്മിറേഷൻ ഉണ്ട് ഇങ്ങനെ ചാനലുള്ളവരും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ റീൽസ് അപ്ലോഡ് ചെയ്യുന്നവരൊക്കെ. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വയറിങ് ഇറ്റ് സെൽഫ്. അപ്പം അതൊരു പേഴ്സണൽ ചോയ്സാണ്. ബട്ട് അറ്റ് ദി എൻഡ് കംപ്ലീറ്റ്ലി ഔട്ട് ദെയർ ആവുമ്പം എനിക്ക് ആസ് എൻ ആക്ടർ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഏത് നേരവും നമ്മൾ ഇപ്പോൾ ഗൗരി എന്താ ചെയ്യുന്നത്, നമുക്ക് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കാം എന്നുള്ളൊരു നേച്ചറാണെങ്കിൽ പിന്നെ ഒരു ക്യൂരിയോസിറ്റിയും കാണില്ല. വൈ വിൽ എ ഡയറക്ടർ തിങ്ക് ഓഫ് മീ? ഗൗരിയുടെ പിന്നെ എല്ലാ ഷെയ്ഡും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പം എനിക്ക് പേരെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാം, പക്ഷെ വളരെ സജീവമായിട്ട് ഒരു ഇൻഫ്ലുവൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം, സിനിമയിലും ഉണ്ട്. പക്ഷേ ഒരു പുള്ളിക്കാരി ആ കഥാപാത്രമായിട്ട് സ്ക്രീനിൻ്റെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു ബിലീവബിലിറ്റി വരില്ല. ബിക്കോസ് ഷീ ഈസ് എ ഹൗസ് ഹോൾഡ് നെയിം ഫോർ ഓൾ ഓഫ് അസ്. നമുക്ക് അത്രയും ക്ലോസ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് TV തന്നെ കാണുമ്പോൾ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ അതിലൊരു കൺവിക്ഷൻ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് മൈറ്റ് റെസ്ട്രിക്റ്റ് ആൻ ആക്ടർ ഇസ് വാട്ട് ഐ ഫീൽ. അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് ഇസ് ഓൺ വൺ സൈഡ്, അത് ബെനിഫിഷ്യൽ ആയിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എൻ്റെ ഒരു അഡ്വൈസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അധികം സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ്ഡ് ആവാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം ഒരുപാട് ആൽഫ മെയിൽ ക്യാരക്ടേഴ്സ് വരുന്നുണ്ടല്ലോ സിനിമയിൽ. ബോളിവുഡ് സിനിമകളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രചാരം കിട്ടുന്നത് ആൽഫ മെയിൽ ആ ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സിനിമകളാണ്. അപ്പം അനിമൽ പോലുള്ളൊരു സിനിമയൊക്കെ എങ്ങനെയാണ് ഗൗരി കാണുന്നത്? അതുപോലൊരു സിനിമയിലേക്ക് ക്ഷണം വന്നാൽ എന്ത് നിലപാട് സ്വീകരിക്കും? എനിക്ക് ആക്ച്വലി അർജുൻ റെഡ്ഡി, ആനിമൽ, മാർക്കോ ഈ 3 പടങ്ങളും എനിക്കൊട്ടും കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്ന പടങ്ങളായിരുന്നു. മാർക്കോ ഇൻഫാക്റ്റ് ഞാൻ കണ്ടിട്ടില്ല. ബിക്കോസ് നോട്ട് ഫോർ എനിത്തിങ് എൽസ്, ഇത്ര ഒരു വയലൻസ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇങ്ങനത്തെ പടങ്ങളുടെ 100 കോടി 200 കോടിയൊക്കെ പോകുമ്പം എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ. ഓഡിയൻസ് ഇത് കൺസ്യൂം ചെയ്ത് അവരുടെ ബിഹേവിയറിൽ അത് പ്രോപ്പഗേറ്റ് ചെയ്യുന്നത് ഒരു കൺസേണിങ് ഫാക്ടർ തന്നെയാണ്. ഞാൻ ഒരിക്കലും പറയുന്നില്ല നമ്മൾ ക്യാരക്ടേഴ്സ് എഴുതുമ്പോൾ ഒട്ടും വയലൻസ് പാടില്ല, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു വയലൻറ്റ് ക്യാരക്ടർ എഴുതണമെങ്കിൽ എഴുതുന്നതിലൊരു തെറ്റില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിനിമ എടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനത്തെ ക്യാരക്ടേഴ്സിനെ ഗ്ലോറിഫൈ ചെയ്ത്
ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള ആൾക്ക് 0 കോൺസിക്വൻസസ് ഉള്ള വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ദാറ്റ് ഈസ് വെൻ ഇറ്റ് ഗെറ്റ്സ് പ്രോബ്ലമാറ്റിക്. ഇഫ് യു വാണ്ട് ടു ഷോ എ ടോക്സിക് മാസ്ക്യുലിൻ അല്ലെങ്കിൽ ആൽഫ മെയിൽ ആയിട്ടുള്ളൊരു സംഭവം കാണിക്കാം, ബട്ട് ദെൻ യു ഓൾസോ ഗോ ത്രൂ ദ കോൺസിക്വൻസസ് അല്ലാതെ അത്ര പെർഫെക്റ്റ് അല്ലാതെ അതെ അത് ഗ്ലോറിഫൈ ചെയ്യാതെ ഉള്ള കാര്യം. ഇപ്പം നമ്മളൊരു തെറ്റ് ചെയ്യുമ്പം ഇഫ് യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് റെപ്രിമാൻഡഡ് ഫോർ ഇറ്റ്, പിന്നെ എല്ലാവരുടെയും വിചാരം എന്താ, നമുക്കും അത് ചെയ്താൽ വീൽ ഓൾസോ ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു ഓഡിയൻസിലുള്ള അത്രയും അറിവില്ലാത്ത പലവരും ബി ഗ്രേഡ് ഓഡിയൻസ്, സി ഗ്രേഡ് ഓഡിയൻസ് നമ്മുടെ ചെറിയ ഗ്രാമത്തിലും എല്ലായിടത്തും കാണുന്നവരുണ്ട്. അപ്പം അവരുടെ സെൻസിബിലിറ്റിക്കൊക്കെ ഇതൊക്കെ പെട്ടെന്ന് അവർ ഗ്രാസ്പ് ചെയ്യും. സോ സംവെയർ ഐ തിങ്ക് ദർ ഹാസ് ടു ബി എ തിൻ ലൈൻ ദാറ്റ് ഹാസ് ടു ബി ഡ്രോൺ. ഇത് ഗ്ലോറിഫൈ ചെയ്യാതെ കുറച്ച് റെസ്പോൺസിബിളായിട്ട് വയലൻറ്റ് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഇപ്പോൾ വിവാഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ ഗൗരി എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അത് കരിയറുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ? കരിയർ പെർസ്യൂ ചെയ്യാനായിട്ട് വിവാഹം തടസ്സം വരുന്ന ഒരു ജെൻഡർ വിഭാഗം വനിതകളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്. പൊതുവേ നമ്മൾ എല്ലാവരും ഇപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആണ്. സോ ഡെഫിനറ്റ്ലി ഞാനിപ്പോൾ എൻ്റെ ദ സ്റ്റേജ് ഓഫ് ദ കരിയർ ഐ മീൻ റൈറ്റ് നൗ, എൻ്റെ കരിയർ എന്താ പറയുക, ഒരു കോ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഞാൻ വിവാഹത്തിനെക്കുറിച്ച് ആലോചിക്കാറൊന്നും ആയിട്ടില്ല. എന്നാൽ പോലും ഐ തിങ്ക് ദാറ്റ് വുഡ് ബി എ മേജർ ഫാക്ടർ. പിന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു കമ്പാറ്റബിലിറ്റി ഉണ്ടല്ലോ. നമുക്കൊരു എന്താ പറയുക, നമ്മുടെ ഈ ഫീൽഡ് മനസ്സിലാക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺ സ്ക്രീൻ എന്താ പറയുക, ഒരു റൊമാൻസ് സീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതൊക്കെ നമ്മളുടെ പ്രൊഫഷൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി അതിനെ ആ ഒരു സെക്ഷനിൽ മാത്രം മാറ്റി വെച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ മെച്ചോറിറ്റി ഉള്ള ഒരാൾ എന്തായാലും എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സിനും അങ്ങനത്തെ ഒരാൾ തന്നെ ആയിരിക്കും ഐഡിയലായിട്ട് തേടുക. സോ ഡെഫിനറ്റ്ലി കരിയർ വിൽ പ്ലേ എ പാർട്ട്. എൻ്റെ I don't think I will choose marriage over my career. That is not going to happen. അവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ധീരമായ ഒരു തീരുമാനമല്ല അത്, ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ. അതിനുള്ള ഈ പറഞ്ഞ മാതിരി സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. അതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നിട്ടുണ്ടോ ഗൗരിയുടെ വീട്ടിൽ? സ്വാതന്ത്ര്യം റേഷൻ പോലെ അനുവദിച്ചു തരുന്നതാണെങ്കിൽ അതുപോലെ അനുവദിച്ചു തന്നിട്ടുണ്ടോ കരിയർ പെർസ്യൂ ചെയ്യാനും പിന്നെ വിവാഹം ഇഷ്ടമുള്ളപ്പോൾ മാത്രം മതി എന്ന് ഇതുവരെ ഓക്കെയാണോ? ഇതുവരെ ഓക്കെയാണ്. അവർക്കിപ്പം എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഒരു പഴഞ്ചൻ തോട്ടിലല്ല പലവരും. എൻ്റെ പേരൻസ് ആയിക്കോട്ടെ, അവരുടെ ജനറേഷനിലുള്ള പലവരും ഇപ്പോൾ ആ ഒരു തോട്ടിലാണ്. പണ്ടത്തെ പോലെ എൻജിനീയറിംഗ് പഠിക്കണം, ഡോക്ടർ പഠിക്കണം, ഈ 2 ഓപ്ഷൻ അല്ലാതെ നിനക്ക് എന്താ ഇഷ്ടമുള്ളത് നീ പെർസ്യൂ ചെയ്തോ എന്നുള്ളൊരു കൾച്ചറിലേക്കാണ് നമ്മൾ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അങ്ങോട്ട് തന്നെയാണ്. വി ആർ ഓൾ ഹെഡഡ് ടുവേർഡ്സ് ദാറ്റ്. അങ്ങനെ തന്നെ എൻ്റെ അമ്മയും അച്ഛനും അങ്ങനെ പ്രഷറായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഡിവോഴ്സ് റേറ്റും അതൊക്കെ കണ്ടു നോക്കണം. എ ഫെയിൽഡ് റിലേഷൻഷിപ്പ് ഈസ് ബെറ്റർ ദൻ എ ഫെയിൽഡ് മാരേജ്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് റഷ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. സോ താങ്ക്ഫുള്ളി അവർ വെനെവർ യു ആർ റെഡി. പിന്നെ എനിക്ക് പേഴ്സണലി ഇപ്പോഴും നീത്ത മുമ്പ് പറഞ്ഞ പോലെ 96 എന്നൊരു ജാനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അത്ര ഐക്കോണിക് ആയതുകൊണ്ട് ഇപ്പോഴും പലവരുടെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു വളരെ ചെറുപ്പമായിട്ടുള്ളൊരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം ഐ ഡോണ്ട് തിങ്ക് മാരേജ് ഇസ് ഓൺ ദ കാർഡ്സ് എനിവെയർ. എനിക്ക് കുറേ കൂടെ സിനിമകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ബട്ട് ഡെഫിനറ്റ്ലി ഐ ബിലീവ് ഇൻ മാരേജ്. അപ്പോൾ വെനെവർ ഇറ്റ് ഹാപ്പൻസ് എൻ്റെ കരിയർ മനസ്സിലാക്കുന്ന ആളായിരിക്കും. മലയാള സിനിമയിൽ ഇപ്പം അടുത്ത് വന്ന നല്ല സിനിമകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? എക്കോ പോലത്തെ സിനിമകൾ, ഡയസറെ പോലത്തെ സിനിമകൾ, ഈ സിനിമകളൊക്കെ ഗൗരി നോട്ടീസ് ചെയ്യുന്നുണ്ടോ? കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ മലയാളം സിനിമകൾ? കൃത്യമായിട്ട് എപ്പോഴും എവിടെയാണെങ്കിലും ഞാൻ മിസ് ചെയ്യാതെ കാണുന്ന ഒരു സിനിമകളാണ്. മറ്റ് ഭാഷകൾ മിസ് ചെയ്താൽ പോലും മലയാളം ഞാൻ മിസ് ചെയ്യാതെ നോക്കാറുണ്ട്. എക്കോ കണ്ടിരുന്നു, ഭയങ്കര ഇഷ്ടമായി. അത് ബാഹുലിൻ്റെ ഒരു ഫാനാണ് ഞാൻ. അപ്പോൾ പിന്നെ ഒരു ഡൗട്ടും വന്നില്ല. അത്രത്തോളം നമ്മൾ എൻഗേജിങ് ആവുന്നത് ഒന്ന്, പക്ഷേ ഇറ്റ് ഓൾമോസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഓഡിയൻസിനും അതിലൊരു സ്റ്റേക്ക് ഉള്ള പോലെ. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മൈൻഡ് ഗെയിംസിൻ്റെ കളിയാണല്ലോ എക്കോയിൽ. എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നമ്മുടെ ചിന്ത എങ്ങോട്ട് പോകുന്നു, ദാറ്റ് മേക്സ് യു ഫീൽ ലൈക്ക് യു ആർ ഓൾസോ എ പാർട്ട് ഓഫ് ദ മൂവി. സോ അത് റൈറ്റിങ്ങിലെ ഒരു ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നി.
പുതിയ പുതിയ മൂവീസിൻ്റെ പാട്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ഹോംവർക്കാണ് ചെയ്യുന്നത്? അതായത് നേരത്തെ പറഞ്ഞ മാതിരി ജാനുവിൻ്റെ ആ ഒരു ഷെയ്ഡിൽ നിന്ന് പുറത്ത് വരാനും ഇതുപോലുള്ള മൈൻഡ് ഗെയിം പോലത്തെ സിനിമകളിലേക്ക് കൺസിഡർ ചെയ്യാനും സ്വയം പുതുക്കാനും അവർക്ക് ഗൗരിയെ പോലെ ഒരാളെ കാസ്റ്റ് ചെയ്യണമെന്ന് അവർക്ക് ഓർമ്മ വരാനുമായിട്ട് എന്ത് സ്വയം എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു ഒരു സിനിമ ചെയ്യുന്നതും അടുത്ത സിനിമ അതിനുള്ളൊരു വെയിറ്റിങ്ങിൻ്റെ ഒരു സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ ഒരു വെയിറ്റിംഗ് ടൈം നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു. ഞാൻ പലതും പഠിക്കുന്നത് വേറെ പടങ്ങൾ കണ്ടിട്ടാണ്. ഇൻ ദ സെൻസ് ചില ആക്ടേഴ്സ് പറയുന്ന കേൾക്കാറുണ്ട് 2 വർഷത്തേക്ക് പുള്ളിയുടെ ഡേറ്റ് ഇല്ല. എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ആങ്സൈറ്റി അടിക്കും. ബിക്കോസ് അത്രയും ബാക്ക് ടു ബാക്ക് സ്കെഡ്യൂളുള്ള ആൾക്കാർ എപ്പോഴാണ് ആ ഒരു ഡൗൺ ടൈം കിട്ടുക? ആ ഡൗൺ ടൈം ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നൊരു ആളാണ് ഞാൻ. എനിക്കൊരു 15-20 ദിവസം വീട്ടിൽ നിന്ന് ഞാൻ മാറി നിന്നാൽ ഭയങ്കര ഹോം സിക്ക് ആവും. അത് വേറൊന്നും കൊണ്ടല്ല, ബിക്കോസ് അത്രയും ഈ ഒരു ഫീൽഡിൽ നമ്മൾ എന്നും അത്രയും ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ എം സമൺ ഹു പിക്സ് അപ്പ് ഓൺ പീപ്പിൾസ് എനർജി. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് ചിലവരുടെ എനർജി എന്നെ ഭയങ്കര ഡൗൺ ആക്കും. അപ്പോൾ അതൊന്ന് ബാലൻസ് ആക്കാൻ, ജസ്റ്റ് ടു സെൻറ്റർ മൈ സെൽഫ് ആൻഡ് ഗ്രൗണ്ട് മൈ സെൽഫ്, എനിക്ക് എൻ്റെ ഫാമിലിയുടെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കുറച്ച് ഒരു 1-2 ദിവസമെങ്കിലും ചിലവഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും അത് പറ്റാറില്ല. ബട്ട് ഐ വുഡ് സേ പ്രിപ്പറേഷൻ വൈസ് ഒരു സിനിമയുടെ അപ്രോച്ച് ഞാൻ കുറച്ച് എന്താ പറയുക ഓൾഡ് സ്കൂൾ പഠിപ്പിസ്റ്റ് സോണിലായിരുന്നു ഞാൻ പണ്ട് തൊട്ടേ. അപ്പോൾ എനിക്ക് സ്ക്രിപ്റ്റ് തന്നെ ഭയങ്കര ഒരു ബൈബിള് പോലെ കുറേ പ്രാവശ്യം വായിച്ച് ഞാൻ വരുന്ന സീൻസ് ഏതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്ത്, സോ അങ്ങനെ കുറച്ച് മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതെല്ലാ പ്രോജക്റ്റിനും വർക്കല്ല. ബിക്കോസ് ചില ഡയറക്ടേഴ്സ് ആ ഒരു സ്പോട്ടിലായിരിക്കും പലതും മാറ്റുന്നത്. അപ്പോൾ ഓരോ ഡയറക്ടർ അനുസരിച്ച് ഞാൻ അവരുടെ കൂടെ ഉള്ളൊരു കോൺവെർസേഷൻ ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണ്, വി ഷുഡ് ബി ഏബിൾ ടു സ്പീക്ക് വെരി ഓപ്പൺലി വിത്ത് ഈച്ച് അതർ. അപ്പം ഈവൻ ഫിസിക്കലി ആണെങ്കിലും ഓരോ ക്യാരക്ടറിനും നമുക്ക് വേറെ വേറെ റിക്വയർമെൻറ്റ്സ് ആണ്. ഇപ്പോൾ സുഴൽ 2 എന്ന് പറഞ്ഞ പ്രോജക്റ്റിന് ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ സ്റ്റണ്ട് ട്രെയിനിങ്ങും. സോ ഈച്ച് പ്രോജക്റ്റ് നമ്മളൊരു മെഴുക് പോലെ എല്ലാത്തിനും വഴങ്ങണം. അത് അടുത്ത പടം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു പ്രഷർ നമുക്ക് എല്ലാ സൈഡിൽ നിന്നും ഉണ്ട്. ഇപ്പം ഞാൻ എവിടെ പോയാലും ഒരു നോർമൽ ഒരു സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ വെച്ചോ, ഇപ്പം സിനിമയൊന്നും ഇല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉള്ളതാണ്. നമ്മൾ എന്നും ഷൂട്ട് ചെയ്യുമല്ലോ. സോ ഇറ്റ്സ് വെരി നാച്ചുറൽ ടു ഫീൽ ദാറ്റ് പ്രഷർ. പക്ഷേ ഇല്ലാത്ത സമയം എനിക്ക് വർക്ക്ഷോപ്സ് ഭയങ്കര ഇഷ്ടമാണ്. തിയേറ്റർ വർക്ക്ഷോപ്സ് ഭയങ്കര എനിക്ക് ബെനിഫിഷ്യലായിട്ട് തോന്നാറുണ്ട്. അറ്റൻഡ് ചെയ്യാറുണ്ട്. നവരസയുടെ ഒരെണ്ണം റീസെൻ്റായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. അതിൽ ഭയങ്കരമായിട്ട് നമ്മളുടെ ഒരു സ്റ്റിഫ്നെസ്സും എല്ലാം ഒന്ന് ഉടച്ച് നമുക്ക്, പിന്നെ ഫിസിക്കലി ഓൾസോ നമ്മളൊരു സ്റ്റിഫ് ആകുമ്പോൾ, റിജിഡ് ആകുമ്പോൾ നമ്മുടെ ബോഡിയെ തന്നെ നമ്മൾ ഈ ആംഗിളിൽ നിന്ന് എന്നെ ഇഷ്ടമല്ല, ഈ ആംഗിൾ അത്ര പോരാ, അതൊക്കെ ഒന്ന് മാറ്റാൻ ഈ ഒരു വാനിറ്റി അല്ലെങ്കിൽ ഈ ഒരു വെയിൻ പരിപാടി മാത്രമല്ല. ഒരു തിയേറ്റർ ആ ഒരു ഫീൽഡിൽ എവ്രി വൺ ഇസ് ദ സെയിം. നിങ്ങൾ 10 സിനിമ ചെയ്തിട്ടുണ്ടോ, 1 സിനിമ ചെയ്തിട്ടുണ്ടോ, സിനിമകളെ ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു സ്പേസിൽ നിങ്ങളെല്ലാവരും ഒന്നാണ്. എവ്രിബഡി ഈസ് വൾണറബിൾ ആൻഡ് ഇറ്റ്സ് എ സേഫ് സ്പേസ്. അപ്പോൾ ആ ഒരു സമയത്ത് വി ക്യാൻ നമ്മുടെ ഇമോഷൻസ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് 1 ഡിഗ്രി എക്സ്ട്രാ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ലക്ക് എനിക്കുണ്ടായിട്ടുണ്ട്. സോ തിയേറ്റർ വർക്ക്ഷോപ്സ് റിയലി ഹെൽപ്പ് മീ. നമ്മുടെ ഒരു റുട്ടീൻ, ഞാൻ ഭയങ്കര ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരാളാണ്. പക്ഷെ സിനിമയെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റമാറ്റിക് ഒക്കെ പോയി. ബിക്കോസ് ഒട്ടും സിസ്റ്റം ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം ഇപ്പോൾ വർക്കൗട്ട് ആയിക്കോട്ടെ, എനിക്ക് യോഗ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ലൈക്ക് തിങ്സ് ദറ്റ് യു ക്യാൻ പിക്ക് ഓൺ. പിന്നെ ഡയലോഗ്സ് അനുസരിച്ച് ഞാനിപ്പം പല ഭാഷകൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ കുറേ നാൾ കേരളത്തിൽ നിന്നാൽ എനിക്ക് തമിഴ് പെട്ടെന്ന് ഒരു ഫ്ലോയിൽ വരാതിരിക്കും. പക്ഷെ തമിഴിൽ ചെയ്യുമ്പോൾ ഇവിടെ മലയാളി ടച്ച് ഉണ്ട്. അപ്പോൾ ഒരു ചെറുതായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് പരിപാടി ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. സോ അതിൽ നിന്നൊക്കെ ഉള്ളൊരു പ്രെപ്പ് വർക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഞാൻ നല്ല ടൈമും കൊടുക്കാറുണ്ട്. അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? അപ്കമിങ് ഇപ്പം ഞാൻ പുതിയൊരു തമിഴ് ഹോട്ട്സ്റ്റാറിലൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അത്
അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് മലയാളത്തിൻ്റെ ഒരു മൂവിയുടെ ഡിസ്കഷൻസ് ഗോയിങ് ഓൺ, അനൗൺസ് ചെയ്യാറായിട്ടില്ല. LIK എന്ന് പറഞ്ഞ എൻ്റെ ഒരു തമിഴ് മൂവി പ്രദീപ് രംഗനാഥൻ്റെ കൂടെ, അത് ഡിസംബർ 18-നായിരിക്കും റിലീസ്. സോ ഇതൊക്കെയാണ് അടുത്തൊരു 4-5 മാസത്തിൻ്റെ അപ്ഡേറ്റ്. മലയാളത്തിലെ സീനിയർ നടിമാർ ചെയ്തതിൽ വെച്ചിട്ട് ഗൗരിക്ക് ഏറ്റവും കൂടുതൽ കൊതി തോന്നിയിട്ടുള്ള ക്യാരക്ടർ ഏതാണ്? ഏത് ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ളത്? എനിക്ക് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹം, എനിക്ക് തോന്നുന്നു മഞ്ജു ചേച്ചിയുടെ പല ക്യാരക്ടേഴ്സും എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. 6-ാം തമ്പുരാൻ തൊട്ട് നമ്മൾക്ക് ഐക്കോണിക് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫേവറേറ്റ് ആയിട്ട് പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മഞ്ജു ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. സോ ആളുടെ ബോഡി ഓഫ് വർക്ക് ഞാൻ ഭയങ്കര കീനായിട്ട് ഫോളോ ചെയ്യുന്നൊരു ആളാണ്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പറഞ്ഞാൽ മനസ്സിലാവാത്തവരോട്, അല്ലെങ്കിൽ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അവരത് തന്നെ തുടരും എന്ന് തോന്നുന്നവരോട്, അതിപ്പോൾ ബുള്ളിങ്ങിൻ്റെ കേസിലായാലും ബോഡി ഷേമിങ്ങിൻ്റെ കേസിലാണെങ്കിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തലുകളുടെ കേസിലാണെങ്കിലും അവരത് തന്നെ തുടരുകയാണെങ്കിൽ അത് നിർത്താൻ എന്താ ഒരു വഴി? ഒരു ശബ്ദമുയർത്തിയതുപോലെ അത് കോൾ ഔട്ട് ചെയ്യാം, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാം, എന്നിട്ടും അവരത് തുടരുകയാണെങ്കിൽ എന്ത് വഴി സ്വീകരിക്കും? അല്ല, നമുക്ക് ആരെയും അങ്ങനെ മാറ്റാൻ പറ്റൂല. അതാണ് ഒരു വർഷങ്ങൾ, എന്താ പറയുക, അത്രയും വർഷമുള്ള കണ്ടീഷനിങ് ആണ് അവർ ഇന്ന് അങ്ങനെ ആയത്. സോ ആരെയും നമ്മൾ ഒരു ദിവസത്തിൽ നന്നാക്കാനോ അല്ലെങ്കിൽ വൈറ്റ് വാഷ് ചെയ്ത് ആരെയും നമുക്ക് വെളുപ്പിക്കാൻ പറ്റൂല. സോ അറ്റ് ദി എൻഡ് നമുക്ക് ചെയ്യേണ്ടത് ചെയ്യുക. അന്ന് ഞാൻ പ്രതികരിച്ച പോലെ എനിക്കപ്പോൾ അത് ശരിയായിട്ട് തോന്നിയില്ല, ഞാൻ അത് പറഞ്ഞു, അത് ഞാൻ വോയിസ് ഔട്ട് ചെയ്തു, വോക്കലായി, അത് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കോൺസിക്വൻസസ് നോക്കുമ്പോൾ പുള്ളി അത് കഴിഞ്ഞും എനിക്കെതിരെ പിന്നെയും ഹേറ്റായിട്ട്, ഇൻ ദ സെൻസ് എനിക്ക് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്ത PR ആണ്, അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് ഒബേസിറ്റി ഇഷ്യൂസ് ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞത് വുമൻ ബോഡീസിൻ്റെ തനിക്ക് എന്തറിയാം എന്നുള്ളൊരു ടോണിൽ പുള്ളി അത് ഒബേസിറ്റി ആക്കി. അപ്പോൾ എനിക്കതിന് അറിവില്ലായ്മ ഒരു തെറ്റല്ല, അത് അങ്ങനെ ആയിപ്പോയി. അപ്പം അറ്റ് സം ലെവൽ എനിക്ക് ആ ഒരു ഇറ്റ്സ് ബിനീത്ത് മീ ടു എൻഗേജ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ആൾക്കാരോട് ഞാൻ സാധാരണ എൻഗേജേ ചെയ്യാറില്ല. പക്ഷെ അന്ന് എന്നെക്കുറിച്ച് മാത്രമല്ല ഞാൻ ചിന്തിച്ചത്, ഇത് ഫേസ് ചെയ്യുന്ന പല സ്ത്രീകളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടാണ്, ഇൻ എ വേ എനിക്കത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് തോന്നിയിട്ടാണ് ഞാനന്ന് പ്രതികരിച്ചത്. സോ അത് കഴിഞ്ഞിട്ടാണെങ്കിലും പുള്ളി ഒരു മാപ്പ് ഒരു പേരിനുള്ളൊരു മന്നിപ്പ് തെരുവിച്ച് ക്രേൻ എന്ന് പറഞ്ഞിരുന്നു. അല്ല, മന്നിപ്പല്ല, he didn't even say sorry basically regretോ എന്തോ പറഞ്ഞു. സോ ദാറ്റ് വാസ് ഓൾസോ എ വെരി വേദനിപ്പിച്ചെങ്കിൽ മാപ്പ് എന്നുള്ളൊരു ഇതാണ്. പുള്ളിക്കാരി അത് തെറ്റായി മനസ്സിലാക്കി, അതും എൻ്റെ തെറ്റാക്കി. സോ ഡെഫിനറ്റ്ലി അതൊരു പ്രഷർ, ഇറ്റ് ഡിഡ്ന്റ് മീൻ, ഒട്ടും ജെനുവിൻ അല്ലാത്തൊരു അപ്പോളജി ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. പക്ഷെ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് പ്രതികരിക്കണോ, ഗൗരി എന്ത് പറയുന്നു എന്നൊക്കെ പലവരും ന്യൂസ് ഏജൻസീസൊക്കെ എന്നെ വിളിച്ചപ്പോൾ ഇതൊരു 1-on-1 ആക്കാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. നമ്മുടെ ഇഷ്യൂ ഇറ്റ് വാസ് ബിഗർ ദാൻ ദാറ്റ്. അത് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇൻ എ വേ സോഷ്യൽ മീഡിയയിലും ലോകമെമ്പാടും കിട്ടിയ സപ്പോർട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷം മുമ്പ് ഇങ്ങനെ ആയിരിക്കില്ല. 10 വർഷം മുമ്പ് ഒരു 50-50 ആയിട്ട് എൻ്റെ എതിരെയും കുറച്ച് പേരുണ്ടായിരുന്നേനെ, കുറേ അമ്മാവന്മാരും ബൂമർ അങ്കിൾമാരും ഒക്കെ ഉണ്ടായിരുന്നേനെ. പക്ഷേ ഇപ്പോൾ എനിക്ക് നടന്നതിൽ 99.9% ആൾക്കാരും എൻ്റെ ഒരു സപ്പോർട്ടാണെന്ന് തന്നെ അറിയുമ്പോൾ ഇറ്റ് ഈസ് വെരി പോസിറ്റീവ്. നമ്മളൊരു പോസിറ്റീവ് ചേഞ്ചിലേക്കാണ് പോകുന്നത് എന്നുള്ളൊരിതുണ്ട്. ബട്ട് നമുക്ക് കൺട്രോൾ ഇല്ലാത്തവരെ ആരെയും മാറ്റാൻ പോകണ്ട. നമ്മൾ പറയേണ്ടത് പറയുക. പിന്നെയും അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് എ ചോയ്സ് ദാറ്റ് ദേ ആർ ഡൂയിങ്. അവരാരെയും നന്നാക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റെപ്പ് അവേ ഫ്രം ദാറ്റ്. അവർക്ക് ആ ഒരു ദേ ആർ നോട്ട് സെർവിങ് യു. അപ്പോൾ പിന്നെ റിമൂവ് യുവർ സെൽഫ് ഫ്രം ദാറ്റ് സിറ്റുവേഷൻ എന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ ആൻസർ സെഷനുള്ള സമയമാണ്. പ്രിയപ്പെട്ട കാണികൾക്ക് ഗൗരിയോട് എന്താണ് ചോദിക്കാനുള്ളത്? ഹായ് ചേച്ചി. ഹായ് ചേച്ചി, നമ്മുടെ സെഷൻ്റെ പേരെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ. അപ്പം ചേച്ചിയുടെ കരിയറിലായിക്കോട്ടെ, ഇതുവരെ ആയിട്ടുള്ള മൂമെൻ്റ് ആസ് എ വുമൺ എന്ന നിലയിൽ ഇന്നും ഈ സമൂഹത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരുകൾ അത് സ്ത്രീകൾക്ക് മാത്രമായി ചുരുങ്ങുന്നുണ്ടോ?
അല്ലെങ്കിൽ ഇത് എല്ലാവരിലേക്കും ഇക്വാലിറ്റി ആയിട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ? അപ്പോൾ അതിനെപ്പറ്റി ഇൻ കേസ് അത് ഇല്ലെങ്കിൽ അത് മാറാനുള്ള ഒരു റെമഡിയിൽ അല്ലെങ്കിൽ സൊല്യൂഷൻ എങ്ങനെ ആയി, ഇനി അത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം അതിന് പ്രതികരിക്കേണ്ടത്, എങ്ങനെ ആയിരിക്കണം മുന്നോട്ട് കൊണ്ടുവരേണ്ടത്? ചേച്ചിയുടെ കാഴ്ചപ്പാട് പറയാം. ഓക്കെ, താങ്ക് യു. പേരെങ്ങനെയായിരുന്നു? ജെബിൻ. ജെബിൻ, ഓക്കെ. നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഒരു മാൻ വുമൻ പരിപാടി അല്ലാതെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പല സാഹചര്യങ്ങളിലും നമ്മൾ ഭയങ്കര റെസ്ട്രിക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ടാവും. എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും നമ്മുടെ ബേസിക് റൈറ്റ്സ് ഒരിക്കലും ഒന്നിനെയും നമ്മളത് മറക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്കത് തെറ്റായി തോന്നിയാൽ പലതും നമ്മൾ ടോളറേറ്റ് ചെയ്യണ്ട. നമുക്കത് ഓക്കെ അല്ലെങ്കിൽ പോലും നൈസായിട്ട് നിങ്ങളുടെ സ്വന്തം രീതിയിൽ നിങ്ങൾ അത് പറയാൻ പറ്റണം. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഓവർനൈറ്റ് മാറുന്ന സംഭവങ്ങളും അല്ല. ഐ തിങ്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വി ആർ ഹെഡഡ് ടുവേർഡ്സ് ദ റൈറ്റ് ഡയറക്ഷൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ഫേസ് ചെയ്യുന്നത്, ഒരു സ്ത്രീകൾക്ക് കുറേ കൂടെ ബാറ്റിൽ കുറച്ചുകൂടെ ടഫറാണ്. ഇൻ ദ സെൻസ് ഒരു വോയിസ്, നമ്മുടെ വോയിസ് അത്രയും ആർക്കും വാല്യൂഡ് അല്ലാതെ കേൾക്കുന്നത് തന്നെ കുറവാണ്. വളരെ ചുരുക്കം പേരുകളെ നമ്മുടെ ഒപ്പീനിയൻ മാറ്റർ ചെയ്യുന്നുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തരിക. സോ അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു വുമൻ റൈറ്റേഴ്സും ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീകൾ ഇനി മുന്നോട്ട് വരണം. എഴുത്തുകാരായാലും ഡയറക്ടേഴ്സ് ആയാലും ടെക്നിക്കൽ സൈഡിൽ വളരെ കുറവ് സ്ത്രീകളെയാണ് ഞാൻ പൊതുവേ കാണാറ്. എസ്പെഷ്യലി കേരളത്തിൽ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻ്റ് അല്ലാതെ വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും സ്ത്രീകളെ അങ്ങനെ കാണാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു കൺഡ്യൂസീവായിട്ടുള്ളൊരു എൻവയൺമെൻറ്റ് ആക്കാൻ പറ്റണം. അതിന് വി ഷുഡ് ഓൾ ബി റെഡി ടു വർക്ക് ടുവേർഡ്സ് ഇറ്റ് എന്ന് വിശ്വസിക്കുന്നു. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ആരെങ്കിലും? ഹലോ, രാഹുൽ. ഈ ഷോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇൻ്റർവ്യൂകളിലുള്ള സെക്സിസം അത് നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഹോളിവുഡിൽ സ്കാർലറ്റ് ജൊഹാൻസൺ പോലെയുള്ള ആക്ടേഴ്സൊക്കെ ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഇത്തരം ഇൻ്റർവ്യൂകളിൽ അപ്പം നീത മേരിയെ പോലെയുള്ള ഒരു ആക്ടറായി കണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇൻ്റർവ്യൂവേഴ്സിനെ വിടാതെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ച് പ്രേക്ഷകർക്ക് വേണ്ടത് ഇതാണ് എന്ന മട്ടിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും പർട്ടിക്കുലർ ക്യാമറ ആംഗിളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്രവർത്തകരെ വിട്ടുകൊണ്ട് മാധ്യമ സ്ഥാപനങ്ങളും അതേപോലെ തന്നെ താങ്കളുടെ ഒപ്പം ഇരിക്കുന്ന സിനിമ ഇൻഡസ്ട്രിയിലെ മറ്റ് വ്യക്തികൾ നിശബ്ദരായി ഇരുന്നു കൊണ്ട് ഈ രണ്ട് മേഖലകളും, സിനിമാ മേഖലയും അതുപോലെ മാധ്യമങ്ങളും സൈലൻ്റ്ലി അവർ കോംപ്ലിസിറ്റ് ആണ് ഇതിൽ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതെ, എനിക്ക് തോന്നുന്നു ബീങ് സൈലൻറ്റ് ദെയർ അത് ഒരു ആസ് എ ചോയ്സ് എടുക്കുമ്പോൾ തന്നെ ഇനവേ അത് കോംപ്ലിസിറ്റി ആണെന്ന് എനിക്ക് അന്നും തോന്നി, എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ബിക്കോസ് നമ്മളൊരു കാര്യം, ഇപ്പോൾ ഒരു തെറ്റിനെ തെറ്റെന്ന് പറയാനുള്ളൊരു ബേസിക് ഹ്യൂമൻ റൈറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു പട്ടിയെ പിടിച്ച് 10 പേര് തല്ലുവാണെങ്കിൽ അത് തെറ്റാണെന്ന് ആരും നമ്മളോട് വന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എവിടെയോ ഒരു ബുള്ളിയിങ് സെൻസ് തോന്നിയപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ച ആക്ടറിൻ്റെ ഫസ്റ്റ് പടമായിരുന്നു അത്. അപ്പോൾ പുള്ളി ഇങ്ങനെ അവരെ എന്താ പറയുക, കൂൾ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചപ്പം ഈ സെയിം ജേർണലിസ്റ്റ് പറഞ്ഞു, അതെ തൻ്റെ ഫസ്റ്റ് പടമല്ലേ, അടങ്ങ് എന്നുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. അത് അന്ന് എനിക്ക് അറിഞ്ഞില്ല, പക്ഷെ അത് കഴിഞ്ഞ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് എവിടെയോ ഒരു പവർ പ്ലേൻ്റെ ഒരു പ്രശ്നം ഉണ്ട് between the press and between the media and the cinema industry. Nobody is doing anybody a favor. നമ്മളൊരു കോഎക്സിസ്റ്റൻസ് ആണ്. നമ്മളൊരു പടം ചെയ്തു, നമ്മുടെ വർക്കിനെ എക്സിബിറ്റ് ചെയ്യാൻ നമ്മൾ പ്രസ്സിനെ ഇൻവൈറ്റ് ചെയ്തു, ഒരു ഷോ നടത്തി. അല്ലാതെ അവർ നമുക്കായിട്ട് ചെയ്യുന്നൊരു ഉപകാരം അങ്ങനെയൊന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളില്ലെങ്കിൽ അവരില്ല, അവരില്ലെങ്കിൽ നമ്മളില്ല. വെൻ ഐ എം സെയിങ് സിനിമ, ഐ മീൻ എൻ്റർടൈൻമെൻറ്റ് മീഡിയ അറ്റ്ലീസ്റ്റ്. അപ്പോൾ അതൊരു എന്താ പറയുക, അത് പല കാര്യങ്ങളും മാറണം എന്നുണ്ട്. പ്രസ് എന്നുള്ളൊരു പേര് യൂസ് ചെയ്ത് പലതരം
എനിക്ക് അവിടെ നടന്ന അന്ന് ഗുണ്ടായിസം ടൈപ്പ് പോലെ തോന്നി. അങ്ങനെയും നടക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഐ തിങ്ക് പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മളെല്ലാവരും നമ്മുടെ ജോലി ചെയ്യാനാണ് വന്നിരിക്കുന്നത്, അല്ലാതെ ആരും ഇവിടെ സുപ്പീരിയർ അല്ലെങ്കിൽ ഇൻഫീരിയർ അല്ല. സോ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത കാലം വരെ ഇങ്ങനത്തെ ഇൻസിഡൻസ് നടന്നുകൊണ്ടിരിക്കും. ഹോപ്പ്ഫുള്ളി അതിൻ്റെ അവയർനെസ് ഇനിയും വന്ന് കുറച്ചുകൂടെ എന്താ പറയുക, ഒരു കൺഡ്യൂസീവ് എൻവയൺമെൻറ്റ് ആവണം എല്ലാവർക്കും. ഗൗരി, ഇത് ക്വസ്റ്റ്യൻ അല്ല. ഞാൻ ഒരു ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൗരിക്കുണ്ടായ ഇൻസിഡൻറ്റ് ഞാൻ കാണുന്നത്. NDTV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് വരുന്നു. അത് കഴിഞ്ഞൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞപ്പോൾ ഗൗരിയുടെ ഇൻ്റർവ്യൂ അതിൽ വരുന്നു. പിന്നെ യൂട്യൂബിൽ പരിധി തന്നെയാണ് ആ ഓൾ എപ്പിസോഡ് കണ്ടത്. ഇവിടെ ഇരിക്കുന്ന നീതയും ഞാനും ഒക്കെ ജേർണലിസം പഠിച്ചവരാണ്, ഗൗരിയും പഠിച്ചവരാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ജേർണലിസ്റ്റും വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ചോദ്യം ചോദിക്കുക. പക്ഷേ അവരെ ത്രട്ടൻ ചെയ്യിക്കുന്നതല്ല. എനിക്ക് ഫണ്ണിയായിട്ട് തോന്നിയത്, അയാൾക്കൊരു മകളുണ്ട്. ആ ചോദ്യം ചോദിച്ച് അയാളുടെ ശരീരം ഞാൻ കണ്ടു. എനിക്ക് ഭയങ്കര ചിരി വന്നു. ഇടയ്ക്ക് ഗൗരി അതൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് എൻഗേജ് ചെയ്തോ എന്നെനിക്കറിയില്ല. കാര്യം ഒരു പെൺകുട്ടി ഒരടച്ചിട്ട മുറിയിലോ ഏകയായിരുന്നു, നിങ്ങളുടെ ഫിലിം ഫെറ്റേണിറ്റീസ് കൂടെ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു മലയാളിയായിരുന്ന ഡയറക്ടറെന്ന് തോന്നുന്നല്ലേ, അയാൾ പോലും സ്തബ്ധരായിട്ട് മിണ്ടായിരിക്കുകയാണ്. അയാൾ പോലും മറ്റേയാളെ തണുപ്പിക്കാൻ നോക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈസ് നോട്ട് എ ജേർണലിസ്റ്റ്. ഞാൻ ചെന്നൈയിലുള്ള പ്രസ് ക്ലബ്ബിലുള്ള എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചു, ഈസ് ഓൺലി എ യൂട്യൂബർ. 35 വർഷം മുമ്പ് യൂട്യൂബറൊന്നുമില്ല. ഇയാൾ എന്ത്, തമിഴ്നാട്ടിൽ അങ്ങനെ ഒരുപാട് പേരെ കാണാം, ആന്ധ്രയിലും കാണാം. നിങ്ങളൊക്കെ ഒരുപാട് പേരെ നിങ്ങൾക്ക് മുമ്പുള്ളവരെ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗൗരി പലപ്പോഴും പൊട്ടിപ്പോണ്ടായിരുന്നു. കരയാനായിട്ടുള്ള ഇൻസിഡൻറ്റ് ഇല്ലേ, അവിടെ പിടിച്ച് നിന്നാൽ ഒരു വലിയ അപ്ലോസ് പറയാതിരിക്കാൻ നിവർത്തില്ല. മോളെ, നീ അത് ധൈര്യമായിട്ട് ചെയ്തു. നീ ഇവിടെ ഇരിക്കുന്നതും ഇവിടെ ഓർത്തഡോക്സിലായാലും മറ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലായാലും ഏറ്റവും കൂടുതൽ വോളണ്ടിയേഴ്സായിട്ട് ഇരിക്കുന്നത് പെൺകുട്ടികളാണ്, സ്റ്റുഡൻസാണ്. ആ കുഞ്ഞുങ്ങളോട് നടന്നാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്തത്. അപ്പോൾ അതവരുടെ എല്ലാം പ്രതീകമായിട്ട് നീ നിന്നാൽ ബിഗ് കൺഗ്രാറ്റ്. ബിക്കോസ് എനിക്കൊരു മോളുണ്ട്. അപ്പോൾ അന്ന് ഒരുപാട് എന്തെങ്കിലും കാണുമ്പോൾ എൻ്റെ സിനിമാ സുഹൃത്തുക്കളോട് പറഞ്ഞു, ആ കുട്ടിയെ നേരിട്ട് കാണുമ്പോൾ ഈ ഒരു കാര്യം പറയണം. അതിന് തികച്ചും ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. നീ അവിടെ പിടിച്ചു തന്നാൽ കൺഗ്രാജുലേഷൻ. താങ്ക് യു സോ മച്ച്. ഞാനും ചിന്തിച്ചിട്ടുണ്ട്, എന്നോട് ഈ ചോദ്യം ചോദിച്ച പുള്ളിയുടെ മോളോടോ അല്ലെങ്കിൽ കൂടെ ഉള്ള ആരോടെങ്കിലും അങ്ങനെ ചോദിക്കൂല. അപ്പോൾ ഇങ്ങനത്തെ ഒരു തോട്ട് പലപ്പോഴും നമ്മൾ വിട്ടു പോവാറുണ്ട്. അങ്ങനത്തെ ഒരു വളരെ ഇൻസെൻസിറ്റീവായിട്ട് പലപ്പോഴും ചിന്തിച്ച് പോവാറുണ്ട് ആൾക്കാർ. ശരിക്കും ബോഡി ഷെയ്മിങ്ങിനെ കോൾ ഔട്ട് ചെയ്യേണ്ടത് ആ ചെയ്യപ്പെട്ട ആളെക്കാൾ കൂടുതൽ ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണ്. അതെ, ആ ബോഡി ഷെയിം ചെയ്യുന്ന ആളുടെ അത്രയും തന്നെ കുറ്റക്കാരാണ് അത് കേട്ടുകൊണ്ട് ചിരിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന മറ്റുള്ളവരും എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥത. അവരാണല്ലോ ഇത് സിസ്റ്റം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് വീണ്ടും വീണ്ടും വളം വെച്ച് കൊടുക്കും. അതെ, അവിടെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തത് നമ്മൾ ഇപ്പോൾ ഒരു വുമൻ കാർഡ് ഞാൻ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ടീം എന്ന നിലയിൽ എനിക്ക് ആദ്യമൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആ റൂമിൽ നോക്കിയപ്പം എല്ലാം ഒരു സ്ത്രീ പോലും ഇല്ല. ഒരു 50-60 പുരുഷന്മാർ മാത്രമുള്ള മുറിയിൽ ഞാൻ എന്തുകൊണ്ട് വൈ ഈസ് നോബഡി സ്റ്റോപ്പിംഗ് ദിസ് എന്നുള്ളൊരു, ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. ഇതെന്താ എൻ്റെ കൂടെ ആരും ഒന്നും പറയാത്ത, ഞാൻ പറയുന്നത് ശരിയല്ലേ എന്ന് നമ്മൾ ചിന്തിച്ചു പോവും. സോ താങ്ക് യു സോ മച്ച് സർ. എനിക്ക് തോന്നണു ആ ഒരു സമയത്ത് പലപ്പോഴും കരയുന്നത് ഒരു വീക്ക്നെസ്സോ അല്ലെങ്കിൽ അത് ടു ക്രൈ ഈസ് നോട്ട് എ സൈൻ ഓഫ് വീക്ക്നെസ്, അതൊരിക്കലും ഞാൻ പറയില്ല. പക്ഷെ എന്നാൽ പോലും ദേ വാണ്ടഡ് ദാറ്റ് റിയാക്ഷൻ ഔട്ട് ഓഫ് മീ. അവർക്ക് ഞാൻ കരഞ്ഞിരുന്നെങ്കിൽ അത് അവരുടെ വിജയം ആയേനെന്ന് എനിക്ക് എവിടെയോ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അതെനിക്ക് അവർക്ക് കൊടുക്കണ്ടായിരുന്നു. ഇൻഫാക്ട് ഞാൻ പിന്നെ ഓർത്തു, ഐ ഷുഡ് വാക്ക് ഔട്ട് ഫ്രം ദിസ്. ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഈ മുറിയിലുള്ള ഒരാൾ പോലും എന്നെ ഒരു ബേസിക് മര്യാദ തരാതെ എന്നെ അവിടെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് അന്ന് എന്നെ ചെയ്യിപ്പിച്ചത്. പക്ഷേ അതും ഞാൻ വിചാരിച്ചത്, അത് ഞാൻ ഇഫ് ഐ ഹാവ് വാക്ക്ഡ് ഔട്ട് ഓഫ് ഇറ്റ്, ന്യൂസ് ഹെഡ്ലൈൻ അതായേനെ, ഗൗരി കിഷൻ വാക്ക്ഡ് ഔട്ട് ഓഫ് ദ പ്രസ് മീറ്റ്. അല്ലാതെ ഞാൻ അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു സംസാരിച്ച് ആ ഒരു സമയം ഞാൻ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ പോലും അത് കഴിഞ്ഞിട്ടുള്ള ഒരു 10-15 മിനിറ്റോളം ഞാൻ അവിടെ ഇരുന്നതാണ് ഏറ്റവും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ആയിരുന്നു. അവിടെ കരയാതെ അവിടെ പിടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞൊരു സംഭവം.
സോ ഐ വുഡ് സേ അന്ന് ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത്രയും ഞാൻ ഭയങ്കര ഒരു ഡിവൗട്ട് പേഴ്സൺ അല്ല പൊതുവേ, പക്ഷേ ഇപ്പോഴും ഞാൻ ആലോചിക്കുക, ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് കരയുന്ന ഒരാളാണ് ഞാൻ. ഭയങ്കരമായിട്ട് സ്റ്റാമർ ചെയ്യും, ഞാൻ പറയുന്നത് എനിക്ക് പോലും മനസ്സിലാവാതെ വരാറുണ്ട്. പക്ഷെ അന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്കൊരു ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസ് പോലെയായിരുന്നു. എന്തോ ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ കയറി, ലൈക്ക് യു നോ, യു ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ് ഫോർ യുവർ സെൽഫ്. സോ ഐ വുഡ് സേ ദാറ്റ് നമുക്ക് എല്ലാവർക്കും ആ സ്ട്രെങ്ത് ഉണ്ട്. ഒരിക്കലും ഞാൻ ചെയ്തത് ഭയങ്കര ഗ്രേറ്റ് ആയിട്ടോ ഒരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആയിട്ടോ ഞാൻ പറയില്ല. ബിക്കോസ് സ്ത്രീകൾക്ക് മാത്രമല്ല, അങ്ങനത്തെ ഒരു പ്രതിസന്ധി ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ആ കരുത്തുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ബ്രിങ്ങിങ് ഇറ്റ് ഔട്ട്. അപ്പോൾ അന്ന് ദൈവാധീനം കൊണ്ട് എനിക്ക് അവിടെ കരയാതെ അത് പിടിച്ച് നിന്ന് പറയേണ്ടത് പറഞ്ഞു. എനിക്കും പുള്ളിയോട് പലതും അറ്റാക്ക് ചെയ്യാനും എനിക്ക് തിരിച്ച് തോന്നി. പക്ഷേ for some reason I didn't do that. അപ്പം somewhere if you're true to yourself, പിന്നെ to be able to find that strength from within, അത് നമുക്ക് എല്ലാവർക്കും പറ്റും. അത് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിലാണ്. എനിക്ക് വീഡിയോ കാണുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ സംസാരിച്ചതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ബട്ട് വെൻ യു ആർ ലെഫ്റ്റ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ സിറ്റുവേഷൻ, ഐ തിങ്ക് വി ഓൾ ക്യാൻ സ്റ്റാൻഡ് അപ്പ് ഫോർ ourselves.